പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം
കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനേ ആദ്യം ജെറുസലേമിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾ ഒലിവ് മലയിൽ നിന്ന് അവിടെ നിന്ന് ഈ പനയോല പോലൊരു സാധനമൊക്കെ അടിച്ച് എടുത്തിട്ട് ഒരു കഴുതക്കുട്ടിയെ കിട്ടിയായിരുന്നു, വെള്ള നിറത്തിലുള്ള കഴുതക്കുട്ടി. അപ്പോൾ ഞാനും വിജയകുമാർ സാറും വേറെ കുറേ ട്രൂപ്പിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ കഴുതയും കൊണ്ടാണ് ഒലിവ് മലയിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് ഇറങ്ങി. പിന്നെ ഒരു താഴ്വാരത്തിലൂടെ പിന്നെ പടിഞ്ഞോട്ട് കയറിയ പോലെ എനിക്ക് തോന്നിയത്. പടിഞ്ഞോട്ട് കയറുമ്പോൾ ജെറുസലേം ദേവാലയമാണ്, കുറച്ച് നടക്കണം. പക്ഷേ ഈ കുന്നിറങ്ങി വേറെ കുന്നിലോട്ട് കയറുന്ന ഇടയ്ക്കുള്ള ഒരു ബേസം പോലെയൊക്കെ സംഭവില്ലേ, അവിടെ തെക്ക് വടക്ക് നെടുനീളത്തിൽ കുറേ കുഴിമാടങ്ങളാണ്. അപ്പോൾ അവിടെ കുഴിമാടത്തിനൊക്കെ എന്നെ രസം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തീ പിടിച്ച വിലയാണ്. ഒരു കുഴിമാടത്തിനൊക്കെ 10 ലക്ഷം രൂപയ്ക്ക്, 10 ലക്ഷത്തിനും കിട്ടിയ ഭാഗ്യം. കാര്യം ഈ കർത്താവ് രണ്ടാമത്തെ ഈശോയുടെ വരവ് അവിടെയാണ് ആദ്യം വരണമെന്നുള്ളതാണ് യഹൂദന്മാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ ദേവാലയം കിഴക്കോട്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കിഴക്കുവശത്ത് ഒരു മലയിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി പടിഞ്ഞോട്ട് കയറി എന്ന് പറയുമ്പോൾ ആ ദേവാലയം കിഴക്കോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഴിമാടങ്ങളെന്ന് കൊണ്ട് 10,000 കുഴിമാടങ്ങളുണ്ട് അവിടെ. അതാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ഓശാന ആയിട്ടാണ് ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിന്ന് എന്താ കാര്യത്തിൽ അതാണ് ഹക്കൽ ദാമ എന്ന് പറയുന്നത്. ഹക്കൽ ദാമ നമുക്ക് ആദ്യം മത്തായി 27:3 മുതലുള്ള തിരുവചനങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും. ഇത് കണ്ടില്ലേ, അത് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ലെന്നാണ് എൻ്റെ അർത്ഥമേ. പക്ഷെ ഒറ്റിക്കൊടുത്താൽ മതി. ശിക്ഷിക്കണയൊക്കെ പിന്നെ ഇത് യൂദാസിന്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. അതാണ് വിഷയം. അവൻ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യം. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. അതാണ്. ആ പറമ്പിലാണ് ഈ കുഴിമാടങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് നടപടി പുസ്തകം പിന്നെയും വിശദീകരിക്കുന്നുണ്ട്, അതൊക്കെ പിന്നെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അന്നാസും കയ്യഫസും കൂടി യൂദാസ് എറിഞ്ഞു കളഞ്ഞ നാണയം എടുത്തിട്ട്, അത് വെള്ളി നാണയങ്ങളാണ്, എടുത്തിട്ട് അവർ എന്താ ചെയ്യണത്? ഇത് രക്തത്തിൻ്റെ വിലയാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കൊടുത്ത് വിദേശീയരെ
സംസ്കരിക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങാം. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജാതി യഹൂദന്മാരല്ലാത്ത ആൾക്കാർ. ഇപ്പം കർത്താവിൻ്റെ തിരുരക്തം ചൊരിഞ്ഞതിന് യഹൂദര് അല്ലാത്ത ആൾക്കാരും ആ കർത്താവ് നേടിയെടുത്ത രക്ഷയുടെ ഭാഗഭാക്കുകളാകുന്നുണ്ട്. വിദേശീയരെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും വിജാതിരെന്നാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോഴേ ഈശോ മംഗളവാർത്ത സമയത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞെന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്? സകല ജനങ്ങൾക്കും വേണ്ടിയാണത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അതിൻ്റെ പാപമോചനം വരണത്. അപ്പോൾ അതിനകത്ത് സ്വജാതിരും പെടും, വിജാതിരും വരും, സ്വദേശീയരും വിദേശീയരും ഉണ്ടാകും. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ സുവിശേഷം വ്യാപകമായ രീതിയിൽ ആഗോളപരമായിട്ട് ജന്മാന്തരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയെ വളരെ നിശബ്ദവും എന്നാൽ വളരെ ശബ്ദമുഖരിതമായിട്ടും രക്ഷയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെള്ളിയാഴ്ച നമ്മൾ കുരിശാരോഹണത്തിന് മുമ്പ് സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞോ അറിയാതെയും ഒക്കെ ഈ രക്ഷയുടെ പരിധിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആദിമസഭയുടെ വിശ്വാസമാണ്, അനുഭവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കണം ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിസ്തുവിൻ്റെ വഴികൾ, പള്ളികളിലുള്ള കബറിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുരിശുമുത്തൽ, കുരിശാരാധനം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ ആരാധന, ഇതെല്ലാം മറ്റുള്ളവർ കൂടി വിശ്വാസം സ്വീകരിക്കാൻ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ, ഒരു മതം മാറുക എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മനസ്സുകൊണ്ട് ഈശോനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറ്റും. മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസം ദൈവമല്ലേ കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ തിന്മകളിൽ നിന്നും സന്ധിയില്ലാത്ത രീതി, സന്ധി ചെയ്യാതെ സുവിശേഷ ചൈതന്യം ഉൾക്കൊണ്ട് ക്രിസ്തു നാമത്തിൽ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഇടയാക്കണം. അപ്പം ദൈവസ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവാണ് വിശുദ്ധ വാരം. പക്ഷേ നിങ്ങളതെല്ലാം മറ്റുള്ള മനുഷ്യരെ വിശ്വാസം സ്വീകരിക്കാൻ, അത് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ നമ്മൾ തന്നെ നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം ചിലർ ഇപ്പം മറ്റുള്ളൊരു വിശ്വാസം ഇപ്പം നമ്മൾ തന്നെ ഗതികേട് കൊണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച് ചില ആൾക്കാർ ഗതികെട്ട് നടക്കണില്ലേ? വിശ്വാസം ജീവിക്കാത്തത് കൊണ്ടാണ്. അവർ വിശ്വാസം ജീവിക്കണില്ല. അവർക്കൊരു വിശ്വാസം ഉണ്ട്, പക്ഷെ അത് വിശ്വാസം ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം കൊടുക്കാനുള്ള കൃപയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം. മറ്റുള്ളവർ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ലല്ല. കേരള സഭയാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ പ്രാർത്ഥനയും ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി വാട്ട് ദേ ആർ ഡൂയിങ് ടു ട്രാൻസ്ഫർ ദ ഫെയ്ത്ത് എന്താണ് കോൺക്രീറ്റായിട്ട് അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. ശരിക്കും പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, ആ വിശ്വാസം കൈമാറുന്നത് കറക്റ്റായിട്ട് കൈന്ന് മാറും. അപ്പം ഉടമ്പടി എടുത്തവർ അത് ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ തങ്ങളുടെ വിശ്വാസം കൈമാറാൻ വേണ്ടി വിശുദ്ധ വാരം ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 9/12/2022 എനിക്ക് 2 വട്ടം അബോർഷനായിപ്പോയി.
ഞാൻ ഒത്തിരി അധികം മാനസിക വിഷമത്തിലായിരുന്നു. വീട്ടിലുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അബോർഷനായി പോയതെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നെ വീട്ടിൻ്റെ ചുറ്റിനും അടുത്തുള്ളവരൊക്കെ എനിക്ക് അബോർഷനായി പോയി, എന്നെക്കുറിച്ച് പരസ്പരം പറഞ്ഞു, ഇവൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് എൻ്റെ ഫ്രണ്ടിലും വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒത്തിരി മാനസിക ഇതിലൂടെ ഇപ്പോൾ കടന്നു പോയ സമയത്ത് ഞാനിവിടെ ഒന്ന് ഉടമ്പടിയിൽ വെച്ചു. അമ്മ മാതാവേ, എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ അമ്മ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. അവിടെ മുമ്പിലൂടെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ മാതാവ്, ഞാൻ രണ്ടാമത്തെ ഉടമ്പടി വീണ്ടും പുതുക്കി. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് ഒന്നും സാധിച്ചില്ല, പക്ഷെ മനസ്സിൽ പ്രാർത്ഥിച്ചതൊക്കെ അമ്മ നടത്തി തന്നു. ഉടമ്പടിയിൽ വെച്ചതൊന്നും നടത്തിയില്ല. രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അതേ വേദനയിൽ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയി. ആ സമയത്താണ് ഒരു ചേച്ചി, എന്നുവെച്ചാൽ എൻ്റെ വിഷമം പറയുമ്പോഴെല്ലാം കുഴപ്പമില്ല, നീ വിഷമിക്കേണ്ട, ദൈവം നിനക്ക് സമയമാകുമ്പോൾ ഒരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ആ ചേച്ചി പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വയറൊക്കെ മറച്ച് പിടിച്ചിട്ട് പോയി. പിന്നെ കുഞ്ഞുങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ആര് കൊണ്ടുപോയാൽ അവർ ഷോളിട്ട് പൊത്തി മറച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞാൻ റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് 3 ദിവസം വരെ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എണീറ്റിരിക്കാനൊന്നും പറ്റത്തില്ല, ചുമ്മാ കരച്ചിലായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ ഇനി ഒരിടത്തും വരണില്ല, ഞാൻ വരുന്നെന്നുണ്ടെങ്കിൽ ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞാൻ ഈ കൃപാസനത്തിൽ വരത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് വെളുപ്പിൽ എൻ്റെ മുഖത്ത് ഒരു വലിയൊരു പ്രകാശം വന്നു. ആ പ്രകാശത്തിലൂടെ ഞാൻ കണ്ടത് അമ്മ മാതാവ്, ഈ അൾത്താരിലിരിക്കുന്ന അമ്മ മാതാവ് എന്നെ കൂട്ടിക്കൊണ്ട് അമ്മയുടെ ഫ്രണ്ടിൽ ഇവിടെ കൊണ്ട് നിർത്തി. തൊട്ടടുത്ത് തന്നെ ജോസഫ് അച്ഛൻ നിന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ആ രാത്രി എണീറ്റിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ മാതാവ്, ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും വേണ്ട, നീയും ഈശോയും എൻ്റെ കൂടെയുണ്ട്, എനിക്ക് സമയമാകുമ്പോൾ നീ എനിക്കൊരു കുഞ്ഞിനെ തരും, എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ 3ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അമ്മ മാതാവ് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എനിക്ക് തന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞില്ല, എൻ്റെ മെൻസസ് ഡേറ്റ് ഒന്ന് തെറ്റിപ്പോയി. ഞാൻ എപ്പോഴും പ്രഗ്നൻസി കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ എല്ലാം എനിക്ക് നെഗറ്റീവ് ആവും, ഞാൻ ഒരുപാട് വിഷമിക്കും. പക്ഷെ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്തായിരുന്നാലും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്, എനിക്ക് സമയമാകുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് തരും, ഞാൻ വിഷമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ണടച്ച് ടെസ്റ്റ് ചെയ്തിട്ട് തുറന്ന് അമ്മയുടെ മുഖത്താണ് ഞാൻ നേരെ നോക്കി. അമ്മ എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ ഞാൻ കണ്ടു. എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവാണ്. അമ്മ മാതാവ് എന്നെ പരിഹസിച്ചവരുടെ മുമ്പിലും എന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിലും അമ്മ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി, ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ മൂത്ത കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ വെയിറ്റ് കുറവായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ, നീ തരുന്ന കുഞ്ഞിന് 3.5 കിലോയിലും വെയിറ്റ് വേണം, വാവ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണമെന്ന്. അതുപോലെ എൻ്റെ മോൻ 4 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. അമ്മ മാതാവ് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി അമ്മ എനിക്ക് അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ മൂത്ത കുഞ്ഞിന് വെയിറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് ഞാൻ ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു. 2 മക്കൾക്ക് എപ്പോൾ നോക്കിയാൽ അസുഖമാണ്. ഞാൻ എന്നും ആശുപത്രിയിലാണ് കയറി ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇതുവരേക്കും ഞാൻ വലുതായിട്ട് ആശുപത്രിയിൽ പോയിട്ടില്ല. എൻ്റെ മക്കൾക്ക് അസുഖം മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിക്കാറ്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവ് ഇത്തിരി മദ്യപിക്കുമായിരുന്നു. അപ്പോൾ മദ്യപാനം കുറച്ച് കൂടുതലായി വീട്ടിൽ മാനസികമായിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്തുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അമ്മ മരിച്ചുപോയി. കുഞ്ഞുനാൾ മുതൽ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കൊണ്ട് മാതാവിനെ കണ്ടുകൊണ്ട് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പറയുന്നത് അമ്മ മാതാവിനോടാണ്. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഈ മദ്യപാനം നീ എനിക്കൊന്ന് മാറ്റി തരണമെന്ന് നീ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ മദ്യപാനത്തെ സമർപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചേട്ടന് പെട്ടെന്നൊരു കാലുവേദന പോലെ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് കുറഞ്ഞു വരും, വീണ്ടും കൂടും, കുറഞ്ഞു വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രശ്നമാവും, 2 കുഞ്ഞു മക്കളല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മക്കൾക്ക് ആരുണ്ട്, മദ്യപാനം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ മദ്യപാനം 2 വർഷം അടുപ്പിച്ചായി മദ്യപാനം അമ്മ മാറ്റി തന്നു. യൂറിക് ആസിഡിൻ്റെ പ്രശ്നം
ഞാൻ പ്രാർത്ഥിച്ചു. മദ്യപാനം മാറ്റിയാണ് അമ്മയടുത്ത് ചോദിച്ചത്. അതിലൂടെയാണ് അമ്മ ഈ അസുഖത്തെ കൊടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. കാരണം മദ്യപാനം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മദ്യപാനം മാറിക്കിട്ടി. പിന്നെ മെനങ്ങാന്ന് ടെസ്റ്റിന് പോയപ്പോൾ യൂറിക് ആസിഡും കുറഞ്ഞു, കുഴപ്പമില്ല. അവർ പറഞ്ഞു കരളിൽ ലിവറിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് അത് പൂർണ്ണമായിട്ട് മാറ്റി തന്ന് ഞാൻ ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് എനിക്ക് ഞാനും ചേട്ടനും പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയടുത്ത് പ്രാർത്ഥിച്ചൊതുങ്ങി ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവിടെ പോയി ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറിൻ്റെ വായിന്ന് തന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു പേടിക്കാനായിട്ടൊന്നുമില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ, അത് 6 മാസം കുറഞ്ഞ മെഡിസിൻ എടുത്ത് കഴിച്ചാൽ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടാൻ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ആ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം അമ്മ മാറ്റി തന്നതിന് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. 4ാമത്തെ എൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലേ സ്കൂട്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിൽ വലിയ പേടി, വന്ന് വീഴുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പേടി. അപ്പോൾ ചേട്ടനും പറയും നിനക്ക് എന്തെങ്കിലും പറ്റും, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പോയി വണ്ടിയിലിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എല്ലാവരും സ്കൂട്ടി ഓടിക്കുന്നു, അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങി എൻ്റെ അനുഭവം പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി സ്കൂട്ടിയിൽ പോകാൻ തോന്നി. ആരോ എന്നെ തോന്നിപ്പിച്ചതാണ്. ഞാൻ കയറിയിരുന്നു. പക്ഷെ കാല് തറയിലിട്ടാണ് ഞാൻ സാധാരണ ഓട്ടിച്ച് പഠിക്കാറ്. അന്നായപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയപ്പോൾ ഞാൻ അറിയാതെ കാലെടുത്ത് വെച്ച് ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തത് ആ സ്കൂട്ടി ഓടിച്ചായിരുന്നു. അമ്മ മാതാവ് എൻ്റെ ആഗ്രഹം അമ്മ മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന സമയത്ത് ചേട്ടന് ഉറക്കമൊക്കെ ഒന്നുമില്ല, എപ്പോഴും ഉള്ളിലൊരു ഭയം, പിന്നെ അങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പം ചേട്ടൻ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിനെ കണ്ട സമയത്ത് ഉള്ളിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നി. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്കെല്ലാം മാറിക്കിട്ടി, എനിക്ക് പൂർണ്ണ സുഖമായി, ഇപ്പം എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിൽ ഇത്രയധികം അനുഗ്രഹം ചെയ്ത അമ്മ മാതാവിനും തിരുകുമാരൻ ഞാൻ 1000 നന്ദി അർപ്പിക്കും. ആത്മീയ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പൂജയ്ക്കൊക്കെ പകുതിയൊക്കെ ആകുമ്പോഴാണ് കയറി പോകാറ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവ്യയിൽ പൂജയ്ക്ക് മുമ്പേ ഞാൻ എത്താൻ ശ്രമിക്കും. ആഴ്ചയിൽ 2 വട്ടം ഞാൻ കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ ആ ഒരു സ്നേഹം ഞാൻ അറിയുന്നുണ്ട്. ഉടമ്പടിയിലായിരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ഈശോയുടെ സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല മുടക്കാറില്ല. വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചേട്ടൻ ഒരുപാട് വിശ്വാസത്തിലാണ്. ചേട്ടനും മുടങ്ങാതെ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. ഞാനൊന്ന് സമയം തെറ്റിച്ച് എന്തെങ്കിലും തിരക്കിലായിരുന്നാൽ പോലും ചേട്ടനാണൊന്ന് പറയും സമയമായി വാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടിയിട്ട് വഴിയോർത്തിരിക്കുന്ന അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും കൊണ്ട് കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ പൈസ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. വീട്ടിൽ തീരെ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനുള്ള പൈസ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വീട്ടിനടുത്താണ് കൃപാസന പത്രങ്ങൾ കൊടുക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൃപാസന പത്രം കിട്ടി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കൊരു വിഷമമാണ്. കാരണം അവർ മാതാവിനെ നിരസിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇപ്പോൾ പത്രങ്ങൾ ദൂര സ്ഥലങ്ങളിലാണ് കൊണ്ട് കൊടുക്കാറ്. അങ്ങനെ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെയാണ് കൊണ്ട് കൊടുക്കാറ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ മാതാവിന് തിരുകുമാരൻ ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. 40-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായ ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. മിന്നു ജീവിത പങ്കാളിയോടൊപ്പം വന്ന് തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും പരിശുദ്ധ അമ്മ അവർക്ക് സാമീപ്യം നൽകി അവരുടെ ജീവിതഭാരം ലഘൂകരിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന്. ആ അമ്മയോട് എലിസബത്ത് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്. കർത്താവിൻ്റെ അമ്മ പലപ്പോഴായി നമ്മുടെ അടുത്ത് വരുന്ന അനുഭവങ്ങളാണ് പല മക്കളും ഇവിടെ അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയും എല്ലാം നമുക്ക് വലിയ അനുഗ്രഹങ്ങളും അഭിഷേകവും ലഭിക്കുന്നത് ഒരു 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യം അബോഷനായ അവസ്ഥയിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് മിന്നു ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എലിസബത്ത് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിലുള്ള എൻ്റെ അപമാനം അവിടെ നിന്ന് നീക്കിക്കളഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യത്തെ, ഉദരത്തിലായിരുന്ന ഈശോയുടെ ആ സാമീപ്യത്തെ വളരെ സന്തോഷത്തോടുകൂടി ഏറ്റുപറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും, ഈശോ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈശോയെക്കുറിച്ച് പറയുവാനും, ഈശോയെ അനുഭവിക്കുവാനുള്ള വലിയ കൃപകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മിന്നു പറയുന്നത് ഇവരുടെ വീട്ടിലെ എല്ലാ അസുഖങ്ങൾക്കും, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം ഇന്ന് ഏറ്റവും നല്ല മരുന്ന് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ്. എപ്പോഴും അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ആ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്, ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു യൂറിക് ആസിഡ് എന്ന ഒരു അസ്വസ്ഥത ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ഒരു ദുശീലം തന്നെ എടുത്തു മാറ്റുവാൻ ദൈവം ഇടപെട്ട് ഈശോ വലിയൊരു സൗഖ്യം നൽകി, ഒരു വിടുതൽ നൽകി എന്ന് മിന്നു ഏറ്റുപറയുന്നു. നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സങ്കടങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ പ്രതിസന്ധികളും ബലഹീനതകളും കുറവുകളുമെല്ലാം ദൈവം എന്തോ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് എന്ന് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആത്മധൈര്യവും മനോധൈര്യവും നൽകി ഈ 2 പേരെയും, ഇവർക്ക് ഒന്നിനും ധൈര്യമില്ലായിരുന്നു. ബിജുവിനെ ഇവിടെ വന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ദർശനത്തോടെ തനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല എന്നുള്ള ആ ഒരു കുറവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ എടുത്തു മാറ്റി സൗഖ്യം നൽകി. അതുപോലെ തന്നെ മിന്നുവിനും സ്കൂട്ടി ഓടിക്കാനുള്ള ആ ഒരു ധൈര്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മകൾക്ക് പ്രാപിച്ചു എന്നേറ്റ് പറയുന്നു. നമ്മുടെ ഏതൊരു പ്രതിസന്ധിയായാലും ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും വളരെ മനോഹരമായിരിക്കും. എപ്പോഴും അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനും ഏറ്റുപറയുവാനും സാധിക്കും. മിന്നുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ എല്ലാ കുറവുകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നൽകി ഈശോയ്ക്ക് നല്ലൊരു കയ്യടി. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റി തോമസ്. ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സെൻറ്റ് ജോസഫ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ആൻറ്റിയാണ്. ആൻറ്റി കാരണമാണ് ഞാനിവിടെ വരാനും ഉടമ്പടി എടുക്കാനും എനിക്ക് അനുഗ്രഹം കിട്ടാനും സാധിച്ചത്. ആദ്യമായിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുന്നത് 2021 അന്ന് ഞാൻ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഫാർമക്കോളജി, പതോളജി, ജെനറ്റിക്സ് എന്ന് പറയുന്നൊരു 3 സബ്ജക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഫെയിലായാൽ 3 സബ്ജക്റ്റും എനിക്ക് വീണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ എനിക്ക് വളരെ ടെൻഷനായിരുന്നു എങ്ങനെയാണ് ഇത് അപ്പിയർ ചെയ്യേണ്ടതെന്ന്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മൾ എന്തായാലും ഇത് ഫെയിലാവും, കാരണം എനിക്ക് ക്ലിനിക്കൽ കുറച്ച് ടഫായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം, നമ്മൾ പാസ്സാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 പേരും മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ എണ്ണയൊക്കെ ഉപയോഗിച്ച് ഞാൻ പരീക്ഷയ്ക്ക് പോയി. ഉടമ്പടിത്തയിലും ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് പോയത്. അങ്ങനെ പരീക്ഷയ്ക്ക് ചെന്ന് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ആ എക്സാം. ഞാൻ പഠിച്ചൊന്നുമല്ല വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനല്ല ഈ പരീക്ഷ എഴുതുന്നത്, നീയാണ് പരീക്ഷ എഴുതുന്നതെന്ന്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഞാൻ വന്ന് കൊന്തയില്ലി. അങ്ങനെ എല്ലാ പരീക്ഷയിലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പർ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഫെയിലായെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ ആ ഹോൾ ടിക്കറ്റ് നമ്പർ കണ്ടു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഞാനോർത്ത് എന്തിനാണ് എന്നോട് കൺഗ്രാജുലേഷൻ പറയുന്നത്. അപ്പോഴാണ് എന്നോട് പറയുന്നത് നീയാണ് നമ്മുടെ ക്ലാസ്സിലെ ടോപ്പർന്ന്. എനിക്ക് ഉറപ്പാണ് ഞാൻ ഒന്നും ആ എക്സാമിൽ എഴുതിയിട്ടില്ല. മാതാവല്ലാതെ വേറെ ആരുമല്ല എക്സാം എഴുതിയത്. അങ്ങനെ എൻ്റെ എൻ്റെ എല്ലാ BSc നഴ്സിംഗിൻ്റെ എക്സാമിനും ഇതേപോലെ തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. എനിക്ക് അന്നൊന്നും പേടിക്കേണ്ട അവസ്ഥയായി വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ 2023 എന്ത് ചെയ്യണം എന്നറിയത്തില്ല. OET എഴുതണം, കുറേ പേര് പറയുന്നു എക്സ്പീരിയൻസ് എടുക്കണം എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് എനിക്കെന്തോ
ഉള്ളിൽ നിന്ന് പറയുന്നു OET എഴുത്, ഡൽഹിക്ക് പോകണ്ട. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ OETക്ക് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ റീഡിങ് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാ പിള്ളേർക്കും. അപ്പം ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല റീഡിങ്. അങ്ങനെ ഞാൻ അവസാന നിമിഷം അസസർ എൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഞാൻ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഒരു 10 ക്വസ്റ്റ്യനോളം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ എന്തായാലും ഉറപ്പിച്ചു ഞാൻ തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ റൈറ്റിംഗ് വന്നു. റൈറ്റിംഗ് ഞാൻ ഈ റീഡിങ്ങിൻ്റെ ടെൻഷനിലാണ് റൈറ്റിംഗ് എഴുതിയത്. റൈറ്റിങ്ങിനും എനിക്ക് ഭയങ്കര പാടായിരുന്നു. പിന്നെ സ്പീക്കിംഗ് കഴിഞ്ഞു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിനാണ് C ആയിപ്പോയത്. ബാക്കി എല്ലാത്തിനും എനിക്ക് B ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് ക്ലബിംഗ് സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വേറെ ഏതെങ്കിലും വിഷയത്തിന് C ആയിരുന്നെങ്കിൽ എനിക്ക് ആ ക്ലബിംഗ് സ്കോർ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ക്ലബിംഗ് സ്കോർ തീരുന്ന ആ മാസം ഞാൻ വീണ്ടും ഒന്നും കൂടെ OET എഴുതാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ മാതാവ് ഈ OET എഴുതത്തില്ല. നീ എന്നെ അവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ ജയിപ്പിച്ചാൽ മതി, വെറുതെ പ്രതീക്ഷ എനിക്ക് തരരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് പേരെ കാണുമ്പോൾ എനിക്ക് ടെൻഷനാവും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പരീക്ഷ എഴുതാൻ പറ്റണേന്ന്. അങ്ങനെ മാതാവ് എനിക്ക് നല്ലൊരു സ്ഥലം പത്തനംതിട്ടയിൽ തന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വളരെ കൂളായിട്ട് പരീക്ഷ എഴുതി. റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ക്ലബിംഗ് സ്കോർ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് മാതാവ് എല്ലാ വിഷയത്തിനും വീണ്ടും B തന്ന് 2 വർഷത്തെ വാലിഡിറ്റിയോടുകൂടി മാതാവ് എന്നെ രക്ഷിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും എനിക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ 2 വർഷം കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പം അവിടെ അയർലൻഡ് മാതാവിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വിചാരിക്കുമായിരുന്നു അവിടെ നിന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഞാനിരുന്നപ്പോൾ എൻ്റെ കൂടെ OET പഠിച്ചൊരു കൊച്ചുണ്ടായിരുന്നു. അവൾ ഹിന്ദുവാണ്. അപ്പം അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു പരീക്ഷയ്ക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പം അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അവൾ അങ്ങനെ അയർലൻഡിൽ ചെന്നായിരുന്നു. അങ്ങനെ അവൾ 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, അത് ഞാൻ HR പറഞ്ഞ് നിനക്ക് എങ്ങനെയെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ ഇൻ്റർവ്യൂ തന്നപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് അവർ പറയുന്നൊന്നും കേൾക്കാൻ വയ്യായിരുന്നു. അവർ 1 ചാൻസ് തന്നു, 2 ചാൻസ് തന്നു. പിന്നെ അവർ എനിക്ക് നോർമൽ കോൾ വരെ വിളിച്ചു. എന്നിട്ടും എനിക്കൊന്നും കേൾക്കാൻ വയ്യ. അവസാനം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഇൻ്റർവ്യൂ പോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു. നോക്കിയപ്പോൾ എൻ്റെ ഓഫർ ലെറ്ററും കോൺട്രാക്റ്റുമാണ് എനിക്ക് മെയിലിലേക്ക് വന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഇൻ്റർവ്യൂവിന്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഡിസംബർ 22-ാം തീയതി ഇവിടെ വന്ന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു ഓഗസ്റ്റ് മാസമായിരുന്നു. അപ്പം അയർലൻഡിൻ്റെ പ്രോസസ്സിങ് നമുക്ക് അറിയാം ഭയങ്കര ഡിലേ ആണ്. ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല പ്രോസസ്സിങ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് നീ എനിക്ക് തന്നതാണെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റണേന്ന്. അങ്ങനെ ഞാൻ ആ സ്ഥലം വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ തൊട്ടടുത്താണ് ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ. പിന്നെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു. എനിക്ക് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അവസാനം ഞാൻ ഇവിടെ വന്ന് ആൻറ്റി പറഞ്ഞു ഒന്നും കൂടെ നീ ഉടമ്പടി എടുക്കുക, അപ്പോൾ പുതുക്കുമ്പോൾ എന്തായാലും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി ഒന്നും കൂടെ പുതുക്കി. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. വീണ്ടും ഞാൻ ഹൈദരാബാദിൽ പോയി ആ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് കിട്ടി. പ്രിൻസിപ്പൾ ആദ്യം തരത്തില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ ചെന്ന് 10 മിനിറ്റിനുള്ളിൽ എനിക്ക് എല്ലാം സൈൻ ചെയ്ത് തന്നു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ എല്ലാ ഉടമ്പടി പത്രവും അതുപോലെ തന്നെ എൻ്റെ നേർച്ച വസ്തുക്കളും ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഏജൻസി ഒന്നും ഇല്ല, ഞാൻ ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരത്തില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെയായിരുന്നു ഈ പ്രോസസ്സിങ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, നീയാണ് എൻ്റെ ഏജൻറ്റ്, നീ തന്നെ വേണം എന്നെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചില ഏജൻസിക്കാർ എനിക്ക് വേണ്ടി അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ DL ഞാൻ അപ്ലൈ ചെയ്തു. DLന് പുതിയ അപ്ഡേഷൻ വന്നായിരുന്നു. 3 മാസമെങ്കിലും എടുക്കും DL കിട്ടാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഡിസംബറായി. ഡിസംബർ 22-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഡിസംബർ തീരുന്നതിന് മുമ്പ് എനിക്ക് DL തരണം എന്ന്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലും, മെയിൽ നോക്കും, പക്ഷെ വന്നിട്ടില്ല. അങ്ങനെ ഒരു 27-ാം തീയതി ആയപ്പോൾ ഞാൻ നോക്കി, പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ ഉടമ്പടി ഒന്നുമില്ല, ഞാൻ ഇനി ഉടമ്പടി പ്രാർത്ഥന ചെല്ലത്തില്ല, ഞാൻ പറയും കൃപാസനം വെറുതെയാണ് ഞാൻ പറയൂന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നുകൂടെ മെയിൽ നോക്കിയപ്പോൾ എൻ്റെ DL വന്നേക്കുക. അതും അന്ന് ഹോളിഡേ ആണ്. അപ്പോൾ അവർക്ക് ഹോളിഡേ ആയതുകൊണ്ട് ഇയർ എൻഡിങ് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഈ മാസം എന്തായാലും എനിക്ക് DL കിട്ടത്തില്ല. പക്ഷേ എനിക്ക് ആ ദിവസം 10 മണിക്ക് എനിക്ക് DL വന്നു. അതിനുശേഷം ഞാൻ എക്സാമിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ എനിക്ക് വിസ കാർഡ് ഇല്ലായിരുന്നു. പക്ഷേ വിസ കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു 7-8 ദിവസം എടുക്കും, അപ്പോൾ എൻ്റെ എക്സാം ഡിലേ ആവും. അങ്ങനെ വിസ കാർഡ് ഞാൻ കുറേ ബാങ്കിൽ ചോദിച്ചു, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ അവസാനം ഞാനൊരു ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരേ ഒരു കാർഡുണ്ട്, അത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം ബുക്ക് ചെയ്തു. എനിക്ക് ഫെബ്രുവരി ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്, പക്ഷേ എനിക്ക് ഏപ്രിലാണ് മാതാവ് തന്നെ. അപ്പോൾ ഞാൻ വിഷമിച്ചു, മാതാവ് എന്താ എനിക്ക് ഏപ്രിൽ കൊണ്ട് തന്നെ, അപ്പോൾ എനിക്ക് ഗ്യാപ്പ് ആവത്തില്ലേന്ന്. പക്ഷേ മാതാവ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഈ എക്സാം എഴുതുന്നവർക്കെല്ലാം സാലറി കൂടുതലാണ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് റൂൾ പ്രകാരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് പേടിയായിരുന്നു, എങ്ങനെ ഞാനൊരു രാജ്യത്തേക്ക് ഒറ്റയ്ക്ക് പോകും, എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവൾ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് എക്സാം എഴുതാൻ വേറൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെയും പേടിയായിരുന്നു, ഞാൻ എങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കൊക്കെ പോകും. പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ പേടിയായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ ജോലി ചെയ്തൊരു കൊച്ച് കറക്റ്റ് സമയത്ത് ആ സ്ഥലത്ത് തന്നെ അവൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അവൾ പറഞ്ഞു നീ പേടിക്കേണ്ട, നീ ഇങ്ങോട്ട് പോരും, ഞാൻ നോക്കിക്കോളാമെന്ന്. അങ്ങനെ എനിക്ക് എവിടെ ചെന്നാലും മാതാവിൻ്റെ ഓരോ ആൾക്കാർ വഴി മാതാവ് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തരുന്നുണ്ട് മാതാവ്. അതുപോലെ തന്നെ എൻ്റെ വിസ, ഏറ്റിപ്പിക്കൽ വിസ ആദ്യം ഞാൻ കൊടുത്തപ്പോൾ കൊയറിയായിരുന്നു, രണ്ടാമത് കൊടുത്തപ്പോഴും കൊയറി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് കിട്ടത്തില്ലേ, അവസാന നിമിഷം കിട്ടത്തില്ലേന്ന്. അങ്ങനെ മൂന്നാമത്തെ തവണ ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ പോയിരുന്നിട്ടാണ് ഞാൻ അത് അപ്ലൈ ചെയ്തത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 4 ദിവസം കഴിഞ്ഞ് കിട്ടേണ്ട ഈ വിസ എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എൻട്രി വിസയ്ക്ക് ഉണ്ടായിരുന്നു. എൻട്രി വിസ ഞാൻ അപ്ലൈ ചെയ്തു. യുദ്ധം കാരണം അതും ഡിലേ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ 20 വർക്കിംഗ് ഡേയ്സാണ് മിനിമം വേണ്ടത്. പക്ഷേ എനിക്ക് വർക്കിംഗ് ഡേയ്സ് അല്ലാതെ മൊത്തത്തിൽ എനിക്ക് 20 ദിവസം കൊണ്ടാണ് മാതാവ് എനിക്കത് എൻട്രി വിസ തന്നു. ഈ 5-ാം തീയതി ഞാൻ അയർലൻഡിലോട്ട് പോവുകയാണ്. എനിക്കറിയില്ല മാതാവ് എന്നെ എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കുന്നതെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെയാണ് മാതാവ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ 1 വർഷത്തോളം മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ഞാൻ രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറ്റുന്നവർക്കെല്ലാം ഞാൻ സഹായം ചെയ്യുമായിരുന്നു. പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. കൂടുതലും ഈ മാതാവിനെ അറിയാത്തവർക്കുമാണ് ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു നീ മാതാവിൻ്റെ ആളാണ്. പക്ഷേ എനിക്കതിലൊരു നാണക്കേടും ഇല്ല, ഞാൻ മാതാവിൻ്റെ ആളാണ്. അപ്പം അതുകൊണ്ട് മാതാവ് എന്നെ എങ്ങനെയാണ് അനുഗ്രഹിച്ചത് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ പാസ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഉടമ്പടി തൈലം ഞാൻ പാസ്പോർട്ടിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വേഗം തന്നെ എൻ്റെ വിസ വന്നു. അങ്ങനെ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ സ്വഭാവത്തിൽ നന്ന മാറ്റം, ഞാൻ കുറച്ച് ദേഷ്യമൊക്കെ വരുമായിരുന്നു എനിക്ക് പെട്ടെന്ന്. പക്ഷെ അതൊക്കെ കുറേ മാറി. പിന്നെ ഞാനും എൻ്റെ ആധ്യാത്മിക കാര്യങ്ങൾ മാതാവിനോട് ചോദിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല, ഞാൻ മറന്നുപോയായിരുന്നു. പക്ഷെ മാതാവ് അത് ഓർത്തു. അങ്ങനെ മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് തന്നു. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയായിരുന്നു കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പം ഓരോ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവരെല്ലാം പറയുന്നുണ്ട്. അപ്പം അതെല്ലാം ഈ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അടയാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് എൻ്റെ ആൻറ്റി പറഞ്ഞായിരുന്നു നീ ഇനി വരുമ്പോൾ നീ NRIയുടെ ഉടമ്പടി ആയിരിക്കും എടുക്കുന്നതെന്ന്. അതുപോലെ തന്നെ മാതാവ് എന്നെ NRIയുടെ ഉടമ്പടി ഞാൻ എപ്പോൾ എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ഫിലോമിന. ഞാൻ സെൻറ്റ് ജോസഫ് ജ്ഞാനായ ചർച്ചിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അനിയൻ്റെ മോളാണ്. എൻ്റെ മോള് കഴിഞ്ഞ മാസം ജൂണിൽ അവൾ പോയി. അപ്പം ആ അന്ന് തൊട്ടുകൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഇവളെയും കൂട്ടി വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവളോട് പറഞ്ഞു മാതാവ് തരും, നമ്മൾക്ക് നീ സങ്കടപ്പെടേണ്ട, എല്ലാവരും അവരോട് കളിയാക്കും, എല്ലാവരും പോയി നീ മാത്രം എന്നാ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എനിക്കും വിഷമമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. മാതാവ് അവൾക്ക് നൽകി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് അല്പം താമസിച്ചാലും നമുക്ക് മാതാവ് തരും. ദൈവനാമത്തിന് മഹത്വം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ക്രിസ്റ്റി തോമസ് എന്ന ഈ മകളുടെ വളരെ വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്.
മകളുടെ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം ആ വാക്കുകളുടെ നിഷ്കളങ്കത നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. മകൾ ആ നഴ്സിംഗ് പഠനത്തിന് 2ാം വർഷം നേരിട്ട വലിയൊരു പ്രതിസന്ധിയിൽ, ഓരോ വിഷയവും ജയിക്കുമോ എന്ന പ്രതിസന്ധിയിലാണ് അമ്മയുടെ അരികിൽ ആദ്യമായി ഉടമ്പടി എടുക്കുവാനായിട്ട് എത്തുന്നത്. നമ്മൾ ഒരാൾ ഉടമ്പടി എടുക്കുവാൻ അമ്മയുടെ അരികിൽ വരുന്നു എന്നതിൻ്റെ അർത്ഥം അമ്മയുടെ കൺവെട്ടത്തേക്ക് നമ്മുടെ ജീവിതത്തെ നീക്കിവെക്കുന്നു എന്ന് തന്നെയാണ്. നമ്മളിവിടെ എത്തുന്നത് കൊണ്ട് അമ്മയെ കാണുന്നവരല്ല, അമ്മ കണ്ടതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിലേക്ക് വന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ആലയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് നാം ഇവിടെ വരുന്നുവെന്ന് അമ്മയ്ക്ക് തിട്ടത്തിലറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ട് നാം അമ്മയുടെ അരികിലേക്ക് ആഗ്രഹത്തോടെ, ശരണത്തോടെ, ഒരിറ്റ് കണ്ണീരോടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയെ സമർപ്പിക്കുമ്പോൾ അമ്മ നമ്മളോട് ആ മേഖലയിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കും. നമ്മൾ ഉടമ്പടി വൃത്തിയിലും വിശ്വസ്തതയിലും ഇങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ നാം പോലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ കൈമാറിക്കൊണ്ട് ആദ്യത്തെ അടയാളങ്ങൾ അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതാണ് മകൾ പറയുന്നത്. എഴുതിയ സമയത്ത് ഏറ്റവും പ്രയാസമുള്ള പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച മാർക്ക് അവൾക്ക് ലഭിച്ചുവെന്ന്. അത് എൻ്റെ കഴിവിനാലല്ല, ദൈവകൃപയാൽ അമ്മ എന്നെ സഹായിച്ചുവെന്ന് മകളെ തന്നെ ബോധ്യപ്പെടുത്തുവാൻ അമ്മ ഇടപെട്ട ആദ്യത്തെ അവസരമാണ്. പിന്നീട് മകൾ പറയുന്നുണ്ട്, വിദേശ രാജ്യത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, ആ നഴ്സിംഗ് പഠനം മുഴുവനും അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് OET പരീക്ഷകൾ എഴുതുമ്പോൾ ആ നാളുകളിൽ ലഭിച്ചുകൊണ്ടിരുന്ന സംരക്ഷണത്തെക്കുറിച്ച്, ഓരോ അവസരത്തിലും ഒരു മകളെപ്പോലെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അമ്മ തൻ്റെ ഉള്ളം കൈയിൽ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പരീക്ഷകളും വിജയിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. മകൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ദൂതരെ അമ്മ എപ്പോഴും അയച്ചിരുന്നു. എനിക്ക് അറിയാത്തിടങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടി ദൂതരിലൂടെ എന്നോട് സംസാരിച്ചിരുന്നു. അത് മുൻപേ പഠിച്ചു പോയവരാവാം, കൂടെ പഠിച്ചവരാകാം, ഒരുപക്ഷെ എൻ്റെ വിശ്വാസത്തിൽ പോലും ഇല്ലാത്തവരാകാം. നമുക്ക് ഉടമ്പടിയിലുള്ള ഒരു ബലം അതാണ്. നാം അമ്മയുടെ കരങ്ങളിലൊക്കെ കാര്യം ഏൽപ്പിക്കുമ്പോൾ അമ്മ അത് സുരക്ഷിതമായ വ്യക്തികളിലൂടെ നമുക്ക് അനുഗ്രഹമാകും വിധം കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിച്ചു കൊണ്ടിരിക്കും. മകൾ പറഞ്ഞു, അമ്മയോടുള്ള ഭക്തിയിൽ ഞാനിങ്ങനെ യൂട്യൂബിൽ അമ്മയെക്കുറിച്ച് പരതുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്നെ ആകർഷിച്ച ഒരിടമാണ് അയർലൻഡിലുള്ള മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം നോക്കിൽ. അപ്പോൾ അത് അവിടെ എപ്പോഴെങ്കിലും ഒന്ന് എത്തിച്ചേരാൻ പറ്റുമോ? ആ രാജ്യത്ത് അമ്മയുടെ ആ ദേവാലയത്തിനരികിൽ ഒന്ന് എത്താൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണുമോ എന്ന് വെറുതെ പ്രാർത്ഥിച്ചു കൊണ്ട് പോകുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വിസയിൽ ഇന്ന് അടിച്ചുകിട്ടിയിരിക്കുന്ന സ്ഥലം നോക്കാണ്. അമ്മ മാതാവ് വർഷങ്ങൾക്കിപ്പുറം 2024 ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നൊരു വിഷയത്തെ അമ്മ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ വഴി നടത്തി ആ ഇടത്തേക്ക് തന്നെ കൊണ്ടുചെന്ന് ഞാൻ പ്രാർത്ഥനയായി കൊടുത്തത് അമ്മ എനിക്ക് അനുഗ്രഹമായി തിരികെ നൽകിയെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ്. നാം കാണുന്നതിനപ്പുറം നമ്മളെ കാണുകയും നാം മറ്റുള്ളവരെ കരുതുന്നതിനപ്പുറം ദൈവം നമ്മളെ കരുതുകയും നമുക്ക് കണ്ണുകളിൽ തടസ്സവും പ്രതിസന്ധിയുമായി നിൽക്കുന്നതിന്മേൽ ദൈവം നിരന്തരം കൃപ ചൊരിഞ്ഞുകൊണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കും വിധം ആ ജീവിത വിഷയത്തെ ശുഭപര്യവസാനമാക്കും വിധം നമ്മളെ സഹായിക്കും. മകൾ അതാ പറഞ്ഞത്, ആഗ്രഹിച്ചത് മുഴുവനും ഈ മാർച്ചിന് മുമ്പ് എങ്ങനെയെങ്കിലും എത്തിച്ചേരാനാണ്. അമ്മ അനുവദിച്ചു കൊടുത്തത് ഏപ്രിലിലേക്കാണ്. പക്ഷേ ഇപ്പോൾ മകൾക്കറിയാം ഏപ്രിലിൽ ഒരു അനുഗ്രഹമുണ്ട്. സാലറി പാറ്റേൺ മാറും. മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ അവിടെ ഉയർത്തുവാനായി അമ്മ 1 മാസം 1.5 മാസം വൈകിച്ചെങ്കിൽ എന്താ, എന്നെ കൂടുതൽ സുരക്ഷിതമാക്കുകയാണെന്ന്. അതുകൊണ്ട് ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ അത് ഉറപ്പാണ്. എന്തെങ്കിലും കാര്യത്തിൽ വൈകലുണ്ടെങ്കിൽ അതിൻ്റെതായ നന്മയുടെ കാരണമുണ്ടാവും. നമ്മൾ ഉടമ്പടി എങ്ങനെ അമ്മ മാതാവിനോട് കൂടുതൽ സ്നേഹത്തിലും കൂടുതൽ വിശ്വാസത്തിലും കൂടുതൽ നന്മ പ്രവൃത്തികളിലും ബലം പിടിപ്പിക്കുന്നുവോ അതിനും എത്രയോ മടങ്ങ് ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ജീവിത പരിസരങ്ങളിലേക്ക് ഇറങ്ങി വരും. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. എൻ്റെ പരീക്ഷണങ്ങൾ, എൻ്റെ പരീക്ഷകൾ, എൻ്റെ പരീക്ഷണങ്ങൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ കാത്തിരിപ്പ്, എല്ലാത്തിനും
അമ്മയ്ക്കൊരു പദ്ധതിയുണ്ടായിരുന്നു. അതെൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാനും സമൃദ്ധമായി അനുഗ്രഹിക്കുവാനുമുള്ള പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഞാനിന്ന് തിരിച്ചറിയുന്നു. അതിന് ഞാൻ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയെന്ന് ലോകത്തോട് ഏറ്റുപറയുന്നുവെന്ന്. ഈ മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിത മാറ്റങ്ങൾക്ക്, ഇപ്പോൾ ലഭിച്ച അനുഗ്രഹത്തിന് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അൾത്താരയിലെത്തി സാക്ഷ്യം പറയാനുള്ള സാഹചര്യം ഒരുക്കിയതിന് യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. അതേപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആക്കിയതിന് ഒരുപാട് നന്ദി. തുടർന്നും ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുടരുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് തരുന്നു. എൻ്റെ പേര് തുഷാര നായർ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മോനും അമ്മയും ബ്രദറിൻ്റെ വൈഫും കുഞ്ഞുമാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് 2019 എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. സോ അന്നൊന്നും ഞാനത് അത്ര വാല്യൂ കൊടുത്തിരുന്നില്ല. അങ്ങനെ പലതവണ കൃപാസനം പത്രം എൻ്റെ കൈകളിലും എത്തി. ഞാനത് എവിടെയൊക്കെയോ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞു. പിന്നീട് ഞാൻ വിദേശത്ത് ജോലിക്കായി എത്തി. അവിടെ നിന്ന് വീണ്ടും എൻ്റെ ഒരു സുഹൃത്ത് വഴി കൃപാസനത്തെ പറ്റി എന്നെ അമ്മയെ അറിയിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഒരു ഉൾവിളിയുണ്ട്, ഞാനിവിടെ എത്തണമെന്നുള്ളൊരു കാര്യം മനസ്സിലായി. അങ്ങനെ 2025 ഒക്ടോബർ 2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ ആദ്യം നിയോഗമായിട്ട് വെച്ചത് എൻ്റെ സഹോദരന് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ അടുത്ത മാസം തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആവുകയും അതേപോലെ തന്നെ PCODയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള ഡോക്ടർ ഇൻഫോം ചെയ്തിരുന്നു. സോ അങ്ങനെ ഉടമ്പടി എടുത്ത് 1 മാസം ആയപ്പോഴേക്കും വൈഫ് പ്രഗ്നൻ്റായി. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ അമ്മ നൽകി അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മയോട് നന്ദി അറിയിക്കുന്നു. പിന്നീട് എൻ്റെ മോന് ശരീരത്തിൽ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അത് പല മെഡിസിൻസ് കഴിച്ചിട്ടും അത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി തൈലം പൂശി സ്വർഗസ്നായ പിതാവേയും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പാച്ചസ് കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോയി. പിന്നെ എൻ്റെ ജോലിക്കാര്യം തന്നെയായിരുന്നു അത്. ആ ഉടമ്പടി കാലാവധിയിൽ തന്നെ എനിക്ക് വിദേശത്ത് വീണ്ടും ജോലി ലഭിച്ചു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടത്തി തന്നപ്പോൾ ഞാൻ അമ്മയെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് മറന്നു. പ്രാർത്ഥനകളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉടമ്പടി ജീവിതം ഉപേക്ഷിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എവിടെ അമ്മ എന്നെ കൊണ്ട് എത്തിച്ചോ അവിടെ നിന്ന് ഒന്നും അല്ലാതാക്കി. സോ ഞാൻ വീണ്ടും സൗദിയിൽ നിന്ന് ഞാൻ റിട്ടേൺ വന്നു. അങ്ങനെ 19/10/2025 ഞാൻ വീണ്ടും ഉടമ്പടി ജീവിതം ആരംഭിച്ചു. അവിടെ ഞാൻ ആദ്യമായിട്ട് നിയോഗം വെച്ചത് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൈ പൊക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, അതേപോലെ കാർഡിയാക് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അമ്മയെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അതിനുശേഷം അമ്മ കംപ്ലീറ്റ് ആയിട്ട് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു. അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസിൽ വളരെ മാറ്റം വന്നു. പിന്നെ എൻ്റെ മോൻ്റെ ലിപ്സിൽ ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ് പോലെ കണ്ടിന്യൂസ്ലി മൊബൈൽ വാച്ച് ചെയ്യുമായിരുന്നു. സോ എനിക്കങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഷിവർ ചെയ്യുന്ന പോലെ തോന്നി. അത് അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ ഓർമ്മിപ്പിച്ചതാണ്. പഴയ ഒരു സാക്ഷ്യം കിടക്കുന്നു. കാരണം ആ ഉടമ്പടി തൈലം പുരട്ടി അവൻ്റെ അസുഖങ്ങളൊക്കെ മാറി. അത് ഞാൻ അമ്മയെ ഓർമ്മിപ്പിച്ച് തന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങുമ്പം തൊട്ട് ഇനി എനിക്ക് ആ മൂവ്മെൻറ്റ് കാണിച്ചു തരരുത്, അവൻ പഴയതുപോലെ ആകണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനത് കണ്ടിട്ടേ ഇല്ല. അവൻ അങ്ങനെ ഒരു ഷിവറിങ്ങോ അബ്നോർമൽ മൂവ്മെൻറ്റ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കടബാധ്യത തന്നെയായിരുന്നു. വലിയൊരു എമൗണ്ട് തന്നെ. സാധാരണ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടുത്തെ ഒരു ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ എൻ്റെ ആ ഇൻകം കംപ്ലീറ്റ് നിന്നപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ട്, ഒരു 10 ലക്ഷം രൂപയോളമാണ് എൻ്റെ കയ്യിൽ വന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോയി. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി 2026 ജനുവരി 19 അവിടെ ഞാൻ നിയോഗമായിട്ട് വീണ്ടും എൻ്റെ ജോലി കാര്യങ്ങൾ തന്നെ വെച്ചു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ അപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു.
ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബസിയിൽ നിന്നുള്ള അറ്റസ്റ്റേഷൻ അത് റിജക്റ്റായി. കാരണം ഞാൻ പല പ്രാവശ്യം റിട്ടേൺ സൗദി ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ പോയി വന്ന് നിന്നതുകൊണ്ട് അവർക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല ആ സർട്ടിഫിക്കറ്റിൽ. സോ അതേപോലെ സർട്ടിഫിക്കറ്റിന് ഡാമേജ് ഉണ്ടെന്നുള്ളൊരു ഇഷ്യൂവും കൂടെ വന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച നേഴ്സിംഗ് കോളേജിന് എല്ലാ അക്രഡിറ്റേഷൻസും ഉണ്ടായിരുന്നു, ആ കോളേജ് സ്റ്റോപ്പായി. സോ ഇതിനു മുമ്പ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ലാത്ത എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ആ സമയം വന്നു. അപ്പോഴും ഞാൻ അമ്മയെ മുറുകെ പിടിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവിടെ എന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അത് മുന്നോട്ട് പോകുമെന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. സോ അങ്ങനെ ഇവർക്ക് ഏജൻസിക്കാർക്ക് ഒരു കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവരോട് സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചോദിച്ചിട്ട് അവർ തരുന്നുമില്ല. സോ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. എനിക്കങ്ങനെ രാഷ്ട്രീയക്കാരോ അങ്ങനെ പിടിപാടുള്ള ആരെയും അറിയില്ല. സോ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഗൂഗിളിൽ അങ്ങ് സെർച്ച് ചെയ്യുക. സോ ഞാൻ നമ്പർ സെർച്ച് ചെയ്തു. ആദ്യം ഒരു ലേഡിയുടെ നമ്പർ കിട്ടി, അവർ വേറെ ആളെ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ അദ്ദേഹം ഈ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം അവരോട് പറയുന്നു 5 ഡേയ്സിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിലൂടെ നീങ്ങും. സോ ഇവർ 3 ഡേയ്സിനുള്ളിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്തു. അപ്പോഴും എനിക്ക് ഈ കിട്ടിയിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്സായിരുന്ന ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ പാസ്സായ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യത്തിലുള്ള ഒരു സ്ഥാപനമായിരുന്നില്ല. മീൻസ് ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഹോസ്പിറ്റൽസും അക്രഡിറ്റഡ് ആയിരുന്നു. സോ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിൽ സാലറി കിട്ടിയെങ്കിലും ഞാൻ എയിം ചെയ്ത ഒരു ഹോസ്പിറ്റലായിരുന്നില്ല. സോ എനിക്കപ്പം അവിടെ മനസ്സിലായി അമ്മ വേറെ എന്തോ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. അമ്മയായിട്ടുണ്ടാക്കിയ റീസൺസ് ആയിരുന്നു ഈ റിജക്ഷൻസ് എല്ലാം. സോ ഞാൻ അങ്ങനെ 26-ാം തീയതി വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ബ്ലെസ് ചെയ്തു. അങ്ങനെ എനിക്കൊരു 7 സ്റ്റാർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വരുവാണ്. അപ്പോൾ ഏജൻസി പറഞ്ഞു നമ്മൾ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടിരിക്കണം, എന്നാലേ ഉള്ളൂ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മേക്കപ്പും ചെയ്തില്ല. ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു. അതേപോലെ ജോസഫ് അച്ഛൻ തന്ന ആ ഒരു കാശുരൂപവും ഉടമ്പടി കാശുരൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ തുടരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ ചോദിക്കുമ്പോഴെല്ലാം എനിക്ക് അവരുടെ ആ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവർ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ പറയുന്ന ഈ ആൻസറിൽ. അങ്ങനെ വന്നപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് ഒരു വെൻറ്റിലേറ്റർ റിലേറ്റഡ് ആയിരുന്നു. ഞാൻ പറയാൻ സാധ്യതയുള്ള ഒരു ആൻസർ ആയിരുന്നില്ല. അപ്പം എൻ്റെ ചെവിയിലിരുന്ന് അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ എന്ന് പറഞ്ഞ് ABG എന്നുള്ള ഒരൊറ്റ ആൻസറായിരുന്നു അത് കേട്ടപ്പം അവർ വളരെ ഹാപ്പിയായി. സോ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവുമെന്നുള്ള ഉറപ്പായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോളേജ് ക്ലോസായി. പിന്നെ ഈ വെരിഫിക്കേഷൻ ഇപ്പോൾ ഈ 2025 തൊട്ട് QVP എന്ന് പറഞ്ഞുള്ളൊരു വെരിഫിക്കേഷനുണ്ട്. സോ ഈ കോളേജ് ക്ലോസ് ആകുമ്പോൾ അവിടെ നിന്ന് എങ്ങനെ വെരിഫൈ ചെയ്ത് കിട്ടും? അപ്പം ഞാൻ കോളേജിന് തന്നെ അത് ക്ലോസ് ആയെങ്കിലും വേറെ കോളേജസ് ഓപ്പൺ ആയിരുന്നു. ഞാനങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവരെ കോണ്ടാക്ട് ചെയ്ത് അവരൊരു റിപ്ലൈയും തന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു യൂണിവേഴ്സിറ്റിയിലേക്ക് വെരിഫിക്കേഷൻ അയച്ചാലോ? അപ്പോഴും അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയക്കണമെന്ന് അത് ആ വെരിഫിക്കേഷൻ ടീമാണ് തീരുമാനിക്കുന്നത്. സോ സാധാ കോളേജസിൽ നിന്നാണ് വെരിഫിക്കേഷൻ അവർക്ക് വേണ്ടത്. എനിക്കറിയില്ല വിതിൻ ഡേയ്സിനുള്ളിൽ ആ കോളേജിൽ നിന്ന് എങ്ങനെയാണ് QVP റെഡിയായി എത്തിയെന്ന് എനിക്കറിയില്ല. അത് ഓക്കെ ആയി. പിന്നെ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ള വെരിഫിക്കേഷനായിരുന്നു. അപ്പം 22nd അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം അറബിക് രാജ്യങ്ങളിലൊക്കെ ഈദ് ഹോളിഡേയ്സ്. സോ ആ ടൈമിൽ അത് ഇഷ്യൂ ആക്കാൻ ആരുമില്ല. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്തു, പലരെയും കോണ്ടാക്ട് ചെയ്തു, ഒരു രക്ഷയില്ല. 25th ആയപ്പോഴേക്കും എനിക്ക് അവിടെ നിന്നും അപ്രൂവൽ കിട്ടി. അതും കറക്റ്റായി. അതെനിക്ക് അറിയില്ല ആ ഹോളിഡേയ്സിൻ്റെ ടൈമിൽ അത് ആരെങ്ങനെ ശരിയാക്കി തന്നു എന്നറിയില്ല. ഇതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയാണ് ചെയ്തു തന്നതെന്ന് എനിക്ക് അതിയായ വിശ്വാസമുണ്ട്. സോ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം വീട്ടിലെത്തി ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഒരു വെളുപ്പിന് ഒരു 2 മണി ആയപ്പോഴേക്കും ഇങ്ങനെ വീട്ടിലെ പട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. സാധാരണ നമ്മൾ ക്യാമറയിലൂടെ ചെക്ക് ചെയ്യും, ഞാൻ എണീറ്റ് നോക്കാറില്ല. അന്ന് എന്നെ ആരോ പുഷ് ചെയ്ത് കൊണ്ടുപോവാണ്. നോക്കെന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നപോലെ തോന്നി. ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തപ്പം കണ്ടത് അടുത്തുള്ള വീടിൻ്റെ തോട്ടത്തിലൂടെ ഫുള്ള് തീ പിടിക്കുകയാണ്.
ആ വീടിൻ്റെ പരിസരത്തോട്ട് ആൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു അമ്മയും മോനും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു, ഞങ്ങൾ ചെന്നു, ഫയർഫോഴ്സിനെ വിളിച്ചു. അതങ്ങനെ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് അമ്മയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അതിൻ്റെ അടുത്തും വേറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു, ആരും കണ്ടില്ല. എൻ്റെ വീട്ടിലും ആരും കണ്ടില്ല, ഉടമ്പടിയിലായിരുന്നു, ഞാൻ തന്നെയാണ് കണ്ടത്. അങ്ങനെ എന്നെ ഓരോ കാര്യങ്ങളിലും എന്നെയും എൻ്റെ കുടുംബത്തിനെയും കൈപിടിച്ച് നടത്തുന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയായിരുന്നു പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമായിരുന്നു, ബൈബിൾ വചനം വായിക്കുമായിരുന്നു. അതിലെനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത്, ഞാൻ നിനക്ക് അഭിവൃദ്ധി വരുത്തുകയും നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു വചനം ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അത് കിട്ടിയപ്പോഴൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഓരോ ന്യൂസും വന്നുകൊണ്ടിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ക്യാൻസർ രോഗികൾക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എൻ്റെ മുന്നിൽ വലിയൊരു കടബാധ്യതയുണ്ട്, പക്ഷേ അത് അമ്മ ആയിട്ട് അതിന് സോൾവ് ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലെത്തി എനിക്ക് പറ്റുന്ന രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഹെൽപ്പ് ചോദിക്കുന്ന ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ ഞാൻ അവർക്ക് ഗൂഗിൾ പേ ആയിട്ടാണെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തു. ദൈവത്തോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടി. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ബൈബിള് വായിക്കുമായിരുന്നു. ഉപവാസം ഇടയ്ക്ക് മുടങ്ങി പോയിട്ടുണ്ട്, അതിന് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. എങ്കിലും ഉപവാസത്തിലും പങ്കെടുക്കുമായിരുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 31-ാം അധ്യായം 9-ാം വചനമാണ്. ആശ്വസിപ്പിച്ച് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ, ഒരു സ്നേഹദൈവത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണീരോടെ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ തിരികെ നയിക്കുന്ന, കണ്ണീര് തുടച്ച് തിരികെ നയിക്കുന്ന ഒരു ഈശോയും ഒരമ്മയുമാണ് ഈ ആലയത്തിൽ നമുക്ക് അനുഭവമുള്ളത്. വരണ്ട മരുഭൂമിയിലേക്കല്ല, ജലസ്രോതസ്സിൻ്റെ അരികിലേക്കാണ്, ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഉടമ്പടി മക്കളെ ഈശോ കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടിയിൽ ഇടറാത്ത നേരായ വഴിയിലേക്ക്, സുരക്ഷിതമായ വഴിയിലൂടെയാണ് ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്നത്. കൃപാസനത്തിൽ കണ്ണീരോടെ വരുന്ന മക്കളെ പരിശുദ്ധ അമ്മയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ അപേക്ഷകൾ ഉടമ്പടിയിലൂടെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ വരണ്ട ജീവിതത്തിൽ നിന്ന് കൃപയുടെ ഉറവിടത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ ആത്മീയ വഴിതെറ്റലിലാവാം. ആ വഴിതെറ്റലിൽ നിന്ന് നേരായ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി എടുത്ത് 1 മാസത്തിനകമാണ് ഈ മകൾ കൺസീവ് ആയത്. ടൈം ഷോർട്ടനിൻ്റെ അമ്മയാണ്. ഈ അമ്മ തന്നെയാണ് അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും നാളും സാധിക്കാത്ത കാര്യമാണ് ഉടമ്പടി എടുത്ത ഉടനടി പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ നടത്തി കൊടുത്തത്. അതുപോലെ തന്നെയാണ് ഈ മകൻ പറഞ്ഞത്, മകന് വളരെ യൂഷ്വലായിട്ട്, അതായത് മൊബൈൽ അഡിക്റ്റഡ് ആയിരുന്നു. എന്തോ ഒരു അബ്നോർമൽ ഒരു മൂവ്മെൻറ്റ്, ലിപ്പ് മൂവ്മെൻറ്റ് നോട്ടീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ മകൾ വീണ്ടും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു സാക്ഷ്യം കേട്ടിരുന്നു. അതിന് പ്രകാരം ഈ മകൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ട് മകന് അതിൽ നിന്നും ഒരു വിമോചനമാണ് ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ ഹൈ ലോൺ ഉണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ, ഒരു വ്യക്തിയിലൂടെയാണ് കടബാധ്യത ക്രമീകരിക്കാൻ സാധിച്ചത്. അതും അപ്രസിദ്ധം ഒരു സർപ്രൈസായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ആ വ്യക്തി കടന്നു വരികയും ആ വ്യക്തിയിലൂടെയാണ് ആ കടം ഇടപാടലുകൾ ക്രമീകരിക്കാൻ സാധിച്ചത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. പിന്നീട് വിദേശത്ത് ജോലി കിട്ടി പോയപ്പോഴും പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്, പരിശുദ്ധ അമ്മയിൽ നിന്നും ഉടമ്പടിയിൽ നിന്നും
ഒരല്പം കുറവ് കാണിച്ചു. അത് ആ മകൾ തന്നെ പറയുന്നുണ്ട്, ഇളവ് ആ കുറവ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് വന്ന് വീണ്ടും കൂടുതൽ തീഷ്ണതയോടെ വന്ന് ഉടമ്പടി പുതുക്കിയായിരുന്നു. 2023 മോള് എബ്രോഡിന് പോയത്. പിന്നെ 2025 വന്ന് ജീവിതം വീണ്ടും തകർന്ന് ഒരു മുന്നോട്ട് പോകാനായിട്ടൊരു വഴിയില്ലാതായപ്പോൾ വീണ്ടും പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് തിരികെ വന്ന് പഴയതിലും കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് വീണ്ടും ഉടമ്പടി എടുക്കുകയായിരുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 23-ാം വചനം പറയുന്ന പോലെ എളിമപ്പെടൽ ദൈവത്തിലേക്കുള്ള ഒരു ദൈവബോധലിൻ്റെ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് ഈ മകള് സ്നേഹത്തോടെ കൂടുതൽ വാത്സല്യത്തോടെ ഒരു തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. അങ്ങനെ 2025 വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. പിന്നീടാണ് അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാലിനും കൈകൾക്കൊക്കെ നല്ല വേദനയും നീരൊക്കെ ഉണ്ടായിരുന്നിടത്ത് അവിടെയും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചു. അതുകൊണ്ടാണ് അമ്മയും പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഇവിടെ നമ്മുടെ സന്നിധിയിൽ നിൽക്കുന്നത്. പിന്നീട് ഈ മോൾ പറഞ്ഞ ജോബിൻ്റെ കാര്യമായിരുന്നു. ജോലിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ വഴി ഈ മകൾക്ക് നല്ലൊരു ജോലി, അതായത് ആ മകൾ നല്ല വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു മേക്കപ്പ് ഇട്ട് നല്ല ക്ലിയറായിട്ട് നിൽക്കണം, ഏത് ഇൻ്റർവ്യൂവിന് പോയാലും പേഴ്സണാലിറ്റി ഈസ് എ മസ്റ്റ്, സോ നല്ല പേഴ്സണാലിറ്റിയിൽ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മകളുടെ പേഴ്സണാലിറ്റി ലിപ്സ്റ്റിക്കിന് പകരം മകൾ ഉപയോഗിച്ചത് ഉടമ്പടി തൈലമാണ്. ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവുമാണ്. ഇതാണ് ഉടമ്പടി മക്കളെ മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഉടമ്പടി മക്കൾ എപ്പോഴും ഈശോയുടെയും അമ്മയുടെയും കൂടെ നിന്ന് അവരുടെ ഇഷ്ടം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെയാണ് ഏത് ഇൻ്റർവ്യൂവിനും പോകുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ഇൻ്റർവ്യൂ ഒരു വ്യത്യസ്തമായ റിസൾട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ മകൾ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് വളരെ ഡിഫിക്കൽട്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേങ്കിൽ അവിടെയും ഈശോയും അമ്മയും ഇടപെട്ട് ഈ മകൾക്ക് നല്ലൊരു റിസൾട്ട് നൽകി ഇൻ്റർവ്യൂവിന് പാസ്സാവുകയും ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ, ഒരു ഫേമസ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ജോലി കൊടുക്കുകയുമായിരുന്നു. ഇതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു കൃപയാലാണെന്നാണ്. കാരണം തൻ്റെ മെറിറ്റ് അല്ല, എല്ലാ മെറിറ്റും ദൈവത്തിനാണ് കൊടുക്കുന്നത്. ഈശോയ്ക്കും അമ്മയും നമ്മുടെ ജീവിതത്തിൽ സെൻറ്റർ ആകുമ്പോൾ എല്ലാ ക്രെഡിറ്റും ദൈവത്തിനാണ് പോകുന്നത്. ആ ദൈവം നമ്മുടെ കേന്ദ്രം ബിന്ദു ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ആകെ ഒരു മാറ്റം വരുന്നത്. ഈശോയ്ക്കും അമ്മയും നമ്മൾ സ്ഥലം കൊടുക്കുമ്പോൾ അവർ തന്നെ എല്ലാ കാര്യവും ഇടപെട്ട് നമ്മുടെ കാര്യത്തിലെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. തന്നെയുമല്ല ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അച്ഛൻ, നമ്മൾ മിക്ക കുട്ടികളും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ നമുക്കറിയാം. അച്ഛന് ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ ആസ്തിയാണ്. അച്ഛൻ ചൊല്ലിയ കൊന്തകൾ, അച്ഛൻ ചൊല്ലിയ പ്രാർത്ഥനകൾ, അച്ഛൻ ജീവിച്ച ത്യാഗപൂർണ്ണ ഒരു ജീവിതം, ആ ജീവിതത്തിലെ ആത്മീയ ആസ്തിയിലാണ് നമുക്കെല്ലാം ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹമാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ നമ്മളോട് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ മകളോടും അച്ഛൻ പ്രാർത്ഥിച്ചു മോളെ നീ രക്ഷപ്പെടുമെന്ന് പ്രാർത്ഥിച്ചു വിടുമ്പോഴും ദൈവത്തിൻ്റെ ഓരോ കരുതലാണിത്. കാരണം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം സംസാരിക്കുകയാണ്. ഒരു ദിവസം വീട്ടിൽ പെട്ടെന്നാണ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ തീ കത്തുന്ന കണ്ടത്. അതും ഒരു ഉൾപ്രേരണയാണ് ഈ മകൾക്ക് കിട്ടിയത്. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതൊരു വലിയ സംരക്ഷണമായിരുന്നു. ആ വീടിന് മാത്രമല്ല, ആ ചുറ്റിലുമുള്ള വീട്ടിലും ഇവർക്കൊരു സംരക്ഷണമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം സംരക്ഷിക്കുന്ന, ഒരു കരുതലിന്, ഒരു പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അതുപോലെ തന്നെയാണ് സുഗന്ധാഭിഷേകവും ദൈവത്തിൻ്റെ ഈശോയുടെ അടയാളവും. അത് ആ ഫ്രേഗ്രൻസിൽ കൂടെയും ധ്യാനത്തിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഉടമ്പടി ജീവിതം. ഈശോയും അമ്മയും പുറപ്പാട് പുസ്തകത്തിൽ 33-ാം അധ്യായം 16-ാം വചനം പറയുന്ന പോലെ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനതയും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരാകും. അതാണ് നമ്മുടെ വ്യത്യാസം. ഏത് മതമായാലും എന്തു തന്നെ ആയാലും ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമാണ്. ദൈവമാണ് ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ കാര്യങ്ങളും.
ദൈവത്തിന് പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 2:9 ദൈവത്തിൻ്റെ പ്രശംസ, അതായത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ഉടമ്പടി വഴിയാണ് ദൈവം ഒരാളെ സ്വന്തമാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തമാകാനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വന്നാലും ഈ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് വരുമ്പോൾ സന്തോഷത്തോടെ മടങ്ങുകയാണ്. കാരണം അമ്മ മാതാവ് എല്ലാവരെയും ഈശോയിലേക്കാണ് നയിക്കുന്നത്. ദുഃഖത്തിൽ ക്ലേശത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. ആത്മീയമായ വരൾച്ചയിൽ ദൈവകൃപയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. വഴിതെറ്റിയവരെ അമ്മയാണ് തിരികെ കൊണ്ടുവരുന്നത്. നമ്മുടെ കണ്ണീർ പ്രാർത്ഥനയായി ദൈവത്തിന് മുൻപിൽ മാറുമ്പോൾ അമ്മയെ അത് കൃപയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും ഇടയും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. തുഷാര നായറിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രജാത, ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു. ഇത് എൻ്റെ മക്കൾ അശ്വതി, അമൃത. ഞാൻ 2017 എനിക്ക് ഒരു പത്രം കിട്ടുന്നത് ഇവിടുത്തെ. എനിക്കറിയത്തില്ലായിരുന്നു. അത് ഞാൻ വായിച്ചു. അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എൻ്റെ കഷ്ടതകളും വിഷമങ്ങളും വരുമ്പോൾ ഞാൻ ആ പത്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2023 ആണ് എൻ്റെ നാത്തൂൻ എന്നോട് ഇങ്ങനെ കൃപാസനം പള്ളിയെപ്പറ്റി പറയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നു. ഒക്ടോബർ 23 വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ ഹിന്ദു ആചാരപ്രകാരം എൻ്റെ മോളുടെ കല്യാണം ഞങ്ങൾ നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജനുവരി 9 ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 15 എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു തരണമെന്ന്. എന്നിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു കാനായിലെ കല്യാണം പോലെ നടത്തി തരണം, സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്നും. അങ്ങനെ അമ്മ ജനുവരി 14 എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. അതും ഒരു വർഷം മുമ്പ് വന്ന ഒരു ആലോചനയായിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് വിട്ടതായിരുന്നു. അങ്ങനെ വീണ്ടും ആ ബന്ധം തന്നെ അമ്മ അത് കൊണ്ടുവന്നു. അടുത്തുനിന്നാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു മോനെ തന്ന് അനുഗ്രഹിച്ചു. ആ മോൻ ഇപ്പോൾ ദുബായിലാണ്. വരാൻ പറ്റാത്തതുകൊണ്ട് മോളെയും കൂട്ടിയാണ് ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നത്. എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ കുവൈറ്റിൽ നിന്ന് ചേട്ടൻ്റെ കൂട്ടുകാരിൽ നിന്ന് 9 ലക്ഷം രൂപ കടവായിട്ട് തന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാനായിലെ കല്യാണം പോലെ അമ്മ അത് നടത്തി തന്നു. പിന്നെ എൻ്റെ മോക്ക് കല്യാണത്തിന് ഒരു സാരി എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഒരു ഗ്രേ കളർ സാരി കിട്ടി. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തുവിട്ട സാധനത്തിനകത്തൊന്നും ആ സാരി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ നിങ്ങൾ കൊണ്ടുവന്ന സാധനത്തിനകത്ത് എനിക്കൊരു സാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങളെല്ലാ കവറും പൊട്ടിച്ചാണ് തന്നത്, ഒന്നിനകത്ത് സാരിയില്ല, അത് പൊട്ടിച്ച കവറാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഗ്രേ കളർ സാരിയാണ് അമ്മേ, അത് അമ്മയുടെ സാരി, മാതാവിൻ്റെ സാരി തന്നെ അമ്മ, എനിക്ക് മാതാവ് തന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബുക്ക് എടുത്ത് നോക്കി. പ്രസൻറ്റേഷൻ തന്നെ ആരും അങ്ങനെ ഒരു സാരി ഇത് എഴുതിയിട്ടില്ല തന്നതായിട്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എൻ്റെ വിഷമങ്ങളും ഒക്കെ ഞാൻ അമ്മയോട് സാക്ഷ്യം പറയുന്ന പോലെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പറയും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പം, അമ്മേ നീ തന്ന അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി, നീ ഈ കല്യാണം നടത്തി തന്ന്. അപ്പം എന്നോട് വിളിച്ചു പറയുന്ന പോലെ, നിൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വന്നില്ലയോ, ഞാനല്ലയോ ആ സാരി തന്നതെന്ന്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ മകളും കൂടി ഫെബ്രുവരി 8 ഒരു കരുനാഗപ്പള്ളിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോകുമായിരുന്നു. അങ്ങനെ 2 വീലറിലാണ് പോയത്. അപ്പം വണ്ടി ഒരു ശകല സ്പീഡായിരുന്നു. അപ്പം ഞാൻ മോളോട് പറഞ്ഞിട്ട്, മോൾ എന്ന് സ്പീഡ് കുറയ്ക്കുന്നതാണ്, പക്ഷെ അവൾ കുറയ്ക്കുന്നില്ല. അപ്പം ഞാനാണ് രാവിലെ ഞങ്ങൾ പോകുന്നതിന് 6 മണിക്കാണ് പോയത്. 5:30 അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം തൈലം തൊട്ട് കുരിശ് വരച്ച് ഉപ്പും തേനും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്നോട് ആരോ പറയുന്നുണ്ട്, എടീ നിനക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാലും അവരുടെ കല്യാണം നടക്കുമെന്ന് എന്നോട് ആരോ പറയുന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ എനിക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ മോളോട് പറയും, മോനെ സ്പീഡ് കുറയ്ക്കുമെന്ന്. എന്നിട്ട് അങ്ങനെ അവൾ സ്പീഡിൽ ഓടിക്കുന്നതല്ല, അങ്ങനെ സ്പീഡിൽ ഓടിച്ചു. അങ്ങനെ കായംകുളം കഴിഞ്ഞ് മുക്കട എത്തിയപ്പോൾ ഒരു വലിയൊരു ഹമ്പുണ്ടായിരുന്നു. കുഞ്ഞിച്ചിട്ട് സ്പീഡിലായിരുന്നു. ആ വണ്ടി ഹമ്പേ കയറി കുതിച്ച് പൊങ്ങി. അത് ഞാൻ പുറകെ എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷേ എന്നിട്ട് എനിക്ക് ഭയമൊന്നും വന്നില്ല. മേളിലോട്ട് പോയി തിരിച്ച് താഴെ ആരോ പിടിച്ച് നിർത്തിയേക്കുന്ന പോലെ നേരെ നിന്നിട്ട് ആ വണ്ടി ഞങ്ങളൊരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് വീണ് എൻ്റെ കൈയുടെ മുട്ടിച്ചിരി ഉരഞ്ഞ്
മോക്കും നോക്കിയപ്പം കാലേ വണ്ടി വീണ് ആ ചിരട്ട ഭാഗം നല്ല നീരായി. അപ്പം ഞാൻ അവിടെ നിന്നോട്ട് വെച്ച്, അമ്മേ നീ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ച ഇതായിരുന്നോ? മോടെ കാലിന് പൊട്ടലുണ്ടല്ലോ, അതല്ലേ ഈ നീര് വന്നത്, ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പ്ലാസ്റ്റർ ഇടണമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഹരിപ്പാട്ടൊരു കെയർ ക്രാഫ്റ്റിൽ കൊണ്ടുവന്ന് അവിടെ രാവിലെ ഇവിടെ അന്നേരം തന്നെ കൊണ്ടുവന്ന് അപ്പോൾ അവർ പ്ലാസ്റ്റർ ഇട്ട്. അവർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു പൊട്ടലൊന്നുമില്ല, ലിഗമെൻറ്റിന് പ്രശ്നം കാണും, ഞങ്ങൾ പ്ലാസ്റ്റർ ഇടുവാന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട്. അപ്പം ഞങ്ങൾ രാവിലെയും വൈകിട്ട് ഞാൻ പ്രാർത്ഥനയും മോളെ ഞാളിവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപ്പും തേനും കൊടുക്കുകയും തൈലം തൊട്ട് കുരിശ് വരച്ച്. അപ്പോൾ കുഞ്ഞിന് രാത്രി അതിവേദന, കാല് തൊടാൻ വയ്യ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ പ്ലാസ്റ്റർ കണ്ടിച്ചോളാം, മാതാവ് എന്നോട് പറഞ്ഞ് നിനക്ക് ആവശ്യമില്ലാതെ ഇട്ടേക്കോ, നീ ഇത് കണ്ടിക്ക്. രാത്രി 1:30 ആയപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റർ കളഞ്ഞിട്ട് ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റർ ഇടേണ്ട ഒരു കാര്യവും ഇല്ല, നിങ്ങൾ ബാൻഡേജ് ചുറ്റിയാൽ മതി, ഒരു കുഴപ്പവും ഇല്ലെന്ന്. അങ്ങനെ അമ്മ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു. അപ്പോൾ ഇളയ കുഞ്ഞിന് 10 മാസം പ്രായമുണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്നേരം. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ വന്ന് നോക്കാം. അങ്ങനെ ഞാനാണ് എന്നും രാവിലെ പോകും, രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. ഞാൻ ചെന്നാണ് ഇളയ കുഞ്ഞിനെ അടുത്തുനിന്ന് മാറ്റി കുളിപ്പിക്കുന്നതും എല്ലാം. ഏറ്റവും കൂടുതൽ ഇടപഴകിയത് ഞാനായിരുന്നു അവരുമായിട്ട്. അപ്പോൾ ആ വീട്ടിലൊരു അമ്മയും അവർക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 9 ദിവസം നിന്നിട്ട് പോയത്. അപ്പോഴെല്ലാം ഞാൻ രാവിലെ പോകുമ്പോൾ ഉപ്പും തേനും കഴിച്ച് തൈലം തൊട്ട് കുരിശ് വരച്ചിട്ട് പറയും, അമ്മേ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് ഈ അസുഖം തരരുത്, നീയാണ് എന്നോട് പറഞ്ഞു വിട്ടത്, എന്നെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ പോയി നോക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഈ രോഗം തരരുതെന്ന്. അതുപോലെ അവൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് 2നും അമ്മയ്ക്കും ചിക്കൻ പോക്സ് വന്നു. മരുന്ന് കൊടുത്ത് ഒരു നേരമേ ആ ഡോക്ടറെ ചെന്ന് കണ്ടുള്ളൂ. ആ ഡോക്ടർക്ക് പോലും ചിക്കൻ പോക്സ് വന്നു. അമ്മ എന്നെ അതിൽ നിന്നും അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇനി എൻ്റെ മകൾക്ക് കൊടുക്കുക, അവൾക്ക് കിട്ടിയ അനുഗ്രഹം അവൾ പറയും. എൻ്റെ പേര് അമൃത. ഇത് ഞങ്ങൾ പറയുന്ന 2ാമത്തെ സാക്ഷിയാണ്. എനിക്കാണെങ്കിൽ ഏനൽ റീജിയനിലാണെങ്കിൽ ചെറുതായിട്ട് ബബിൾസ് പോലെ വരുന്നുണ്ടായിരുന്നു. അത് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം നോർമൽ ഫിസിഷ്യൻ പറഞ്ഞ് ഇത് സർജനെ കാണിക്കണം. അങ്ങനെ ആ സർജനെ കൊണ്ടുപോയി കാണിച്ചപ്പം പറഞ്ഞു ഇത് ഏനൽ ഫിസ്റ്റുലയാണ്. ഇപ്പം ഞാൻ തൽക്കാലം ഒരാഴ്ചത്തേക്ക് മരുന്ന് തരാം, പിന്നെ ഈ മരുന്നിൻ്റെ റെസിപ്റ്റ് കൈ വെച്ചോ, എപ്പോൾ വന്നാലും ഈ മരുന്ന് മേടിച്ച് കഴിക്കണം, കറക്റ്റായിട്ട് കഴിച്ചിട്ട് അത് മാറും. പിന്നെ നമുക്ക് അടുത്ത ലീവിന് ലോങ് ലീവ് എടുത്ത് വരുമ്പോൾ സർജറി ചെയ്യാം, സർജറി ചെയ്യാതെ ഇത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് സർജറിയൊക്കെ പേടിയുള്ളതായതുകൊണ്ട് ഞാനാണെങ്കിൽ അമ്മയോട് എന്നും കരച്ചില്ല. പക്ഷെ ഞാനായിട്ട് മാതാവിനോട് ചോദിക്കത്തില്ല, മാതാവിനെ ഇത് മാറ്റിത്താ. എനിക്കെന്തോ മാതാവിനെ ഇതിനു മുമ്പേ എനിക്ക് ഒത്തിരി സൗഖ്യങ്ങൾ തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് മാതാവിനെ അറിയാം. ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, മാതാവ് സമയത്ത് മാറ്റിത്തരും. പിന്നെ ഇതൊന്നും ഒരു സഹനമല്ലോ, എത്രയോ പേർക്ക് ഇതിലും വലിയ അസുഖങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ അമ്മയുടെ വിഷമം കണ്ടിട്ട് അമ്മ എന്നും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒക്ടോബർ 25-ാം തീയതി ഇവിടുത്തെ റാലി സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ, ഇനി എനിക്ക് കുറേ പ്രാവശ്യം വന്നു, 3-4 പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ, ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല, ഈ ഫിസ്റ്റുല ഇപ്പം തന്നെ ഈ റാലിയോട് എനിക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ആ റാലി സമയത്തുള്ള ഫിസ്റ്റുല പിന്നെ അത് തന്നെ വന്നത് തന്നെ മാറാതെ നിൽക്കുക. റാലി കഴിഞ്ഞു മാറാതെ അവിടെ തന്നെ നിൽക്കുക അത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ, എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആവാറായി, പീരീഡ്സിന് മുമ്പേ മാറ്റി തരണം, എനിക്ക് വയ്യ, പീരീഡ്സും ഫിസ്റ്റുലയുടെ എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല, തലകറക്കമൊക്കെ വരും വേദന കാരണം, എനിക്ക് ഒട്ടും പറ്റത്തില്ല മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ യേശുവപ്പയുടെ ആണിപ്പഴുതാർന്ന കരങ്ങളാൽ ഈ അബ്നോർമൽ കണക്ഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്, ഈ അബ്നോർമൽ കണക്ഷൻ മാതാവ് അങ്ങ് മാറ്റിയേക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് മാറ്റി. ഇപ്പം 4 മാസമായിട്ട് എനിക്ക് ഫിസ്റ്റുല വന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് ഉറച്ച് വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നത്. ഞാൻ തൈലവും ഉപ്പും എന്നും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കോട്ടൻ്റെ അകത്ത് അമ്മ എനിക്ക് കോട്ടൺ മേടിച്ച് തന്നു വിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്നും ഉപ്പ് ഇട്ടിട്ട് വെള്ളവും ചാലിച്ച് എന്നും രാത്രിയിൽ അത് വെച്ചേ കിടക്കത്തുള്ളൂ. എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ച വേദന, എനിക്ക് കൂടെയുള്ള പിള്ളേരെല്ലാം സന്തോഷമായിട്ട് നടക്കുമ്പോൾ ഞാൻ മാത്രം എനിക്ക് എന്നും വിഷമമായിട്ട് പക്ഷേ എല്ലാവരും ആലോചിക്കും ഞാൻ മാതാവിനെ വിളിക്കുന്നല്ലോ. അപ്പം കാണുന്നവർ വിചാരിക്കും മാതാവിനെ വിളിച്ചിട്ട് അവൾക്ക് ദുഃഖമാണെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ മാതാവ് സഹനം തരുന്ന എന്നെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്നുള്ളത്. അമ്മ സർജറി ചെയ്യാം, അത് കരിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ ഇതിനൊന്നും ഞാൻ പോയില്ല. ഞാൻ ഉറച്ചു നിന്നും. എനിക്ക് മരുന്നമ്മ കൊറിയർ അയച്ചു തന്നു, അത് ഞാൻ
തുറന്നിട്ട് പോലെയില്ല കവർ. ഞാൻ അല്ലാതെ തന്നെ അത് മാറ്റി തന്നു. ഞാൻ വിശ്വസിച്ചാണ് മാതാവ് 1 വർഷം സമയം എടുത്തു. പക്ഷേ 1 വർഷം ഞാൻ സഹിച്ചു, ഞാൻ പരാതി പറഞ്ഞില്ല. ആ അത്രയും ജപമാല റാലി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത്. അപ്പം തന്നെ മാതാവ് എനിക്ക് മാറ്റി തന്നു. പിന്നെ ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞ മാതാവിൻ്റെ ഇതോടുകൂടി തന്നെ ഞാൻ തുടർ പഠനത്തിന് BSc നഴ്സിംഗ് എടുത്ത് പോയത്. ഇപ്പം ഞാൻ ആലോചിക്കുന്ന മാതാവായിട്ട് തിരഞ്ഞെടുത്ത കോഴ്സ് തന്നെ എനിക്കത്. കാരണം BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒത്തിരി രോഗികളെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. എനിക്ക് അതിനുള്ള അവസരം മാതാവായിട്ട് ഒരുക്കി തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെമസ്റ്റർ എന്നെ നല്ല മാർക്കോട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാക്കി. സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനും ഞാനാണെങ്കിൽ 20 പേർക്ക് തൈലം തൊട്ട് ഓരോ ആൾക്കും ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി സമയം എടുത്ത് തന്നെ ഞാൻ പിള്ളേർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കുന്നത്. ചിലർ പറയും, എടി എന്താണ് ഇത്രയും സമയം എടുക്കുന്നത്, ഞങ്ങൾക്ക് പെട്ടെന്ന് അതിന് പോകണം ഇതിന് പോകണം, ഓരോരോ തിരക്കുകൾ. അവരാരും, ഞാൻ മാത്രമേ എൻ്റെ ബാച്ചിൽ ഉടമ്പടി എടുത്തിട്ടുള്ളൂ. അവർക്കാർക്കും അപ്പോൾ സമയം മാതാവിന് കൊടുക്കുന്നതിനുള്ള പ്രാധാന്യം അവർക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അതുപോലെ അല്ല. എനിക്കറിയാം മാതാവിന് എത്ര സമയം കൊടുത്താലും അതിൻ്റെ ഇരട്ടി മാതാവ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാ എന്ന് അറിയാം. എപ്പോഴും 24 hours മാതാവിന് നമ്മുടെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്കൊരു ദിവസം കുറച്ച് നേരമെങ്കിലും മാതാവിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ 3 മണിക്ക് എണ്ണിട്ട് ഞങ്ങൾ കൊന്തയിലും. എല്ലാ പിള്ളേരും 20 പേരൊന്നും വരത്തില്ല കൊന്തയിലും, പക്ഷേ കുറച്ച് പേരെന്നോട് പറയായിരുന്നു രാവിലെ വിളിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ വിളിക്കും. ഞങ്ങളിരുന്ന് 3 മണിക്ക് കൊന്തയൊക്കെ യൂട്യൂബ് നോക്കി ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു. അതെല്ലാം ഞങ്ങൾ പഠിച്ച് അത് ഞാൻ രാവിലെ ചൊല്ലും. പിന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ എന്നും പരീക്ഷയ്ക്ക് പോകത്തുള്ളായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ബുക്ക്ലെറ്റിൽ ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാ പിള്ളേർക്കും ഞങ്ങളുടെ യൂണിഫോം വരെ മാതാവിൻ്റെ തിരിയുടെ കളറാണ്, പച്ച കളറാണ്. യൂണിഫോമിൻ്റെ പോക്കറ്റിൻ്റെ അകത്ത് ഞങ്ങളെല്ലാം ഉപ്പിട്ടുകൊണ്ടേ പോകത്തുള്ളൂ. ഉപ്പും കാശ് രൂപയൊക്കെ. ഞാൻ പോകുന്ന കാശ് രൂപമായിട്ട്, അവർക്കാർക്കും കാശ് രൂപ ഇല്ലല്ലോ. അവർക്കെല്ലാം ഞാൻ ലോക്കറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്ക പിള്ളേരുടെ കയ്യിൽ ലോക്കറ്റുണ്ട്. അവർ അതുമായിട്ട് വരും. ഞാൻ ഉപ്പൊക്കെ കൊടുക്കും. എല്ലാം ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടൂടെ മാതാവേ ഇനി എക്സാം എഴുതാൻ ഇവിടെ വരേണ്ട ആവശ്യം വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇപ്പോഴും എനിക്ക് ഈ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ എന്നെ ഫസ്റ്റ് ക്ലാസ് നൽകി പാസ്സാക്കി. അമ്മാവതാനും തിരുമാനും ഒരുപാട് നന്ദി. ഇനിയും കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഇതിൽ ചേർന്നങ്ങ് പോകണം. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് നമുക്ക് വലുത്. അല്ലാണ്ട് എപ്പോഴും അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കാൻ നിന്നാൽ ആ പ്രാർത്ഥനയ്ക്കൊരു വാല്യൂ ഇല്ല. എപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കതിന് വാല്യൂ ഇല്ലല്ലോ. പിന്നെ എൻ്റെ കാലിനാണെങ്കിൽ നഖം പോയായിരുന്നു, അതിന് വേദന ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണ സമയം നഖം പോയി, വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ ഓരോരോ കാര്യങ്ങൾക്ക് നടന്നപ്പോൾ എൻ്റെ കാലിലും നഖത്തിനിടയ്ക്ക് എല്ലാം മണ്ണ് കയറി. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് നഖമൊക്കെ പ്രോപ്പറായിട്ട് കിളിച്ച് വരണേന്നൊക്കെ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ലതായിട്ട് കിളിച്ച് വന്നു. പക്ഷേ കുറേ നാൾക്ക് ശേഷം ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അകത്ത്, ആ വിരലിൻ്റെ അകത്തൊരു വേദന. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇനി ഇൻഫെക്ഷൻ വല്ല ഉള്ളിലോ എന്തെങ്കിലും പൊടിയോ അഴുക്കോ കയറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ, വിരൽ മുറിച്ച് കളയേണ്ടി വരുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനും നമ്മുടെ കയ്യിലല്ലേ ആയതിരിക്കുന്നത്, ഉപ്പ് തേച്ചാൽ മതി, ഉപ്പ് പെരട്ട് നീ വെള്ളത്തിൽ ചലിച്ചാൽ ഉപ്പ് പൊത്തി വെച്ചു. അപ്പോൾ പിള്ളേരെല്ലാം ചോദിച്ചു ഉപ്പ് ഉണങ്ങി കഴിയുമ്പോൾ വെള്ള കളറിയിരിക്കും, ഇതെന്തോ കാലയിൽ എല്ലാവരും എന്നോട് ചോദിച്ചു. ഞാൻ പറയും മാതാവിൻ്റെ ഉപ്പാന്ന് എല്ലാവരോടും പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഉപ്പിട്ട വെള്ളത്തിലാണ് ഞാൻ കുളിക്കുന്ന പോലും. എനിക്ക് എന്നും ഓരോരോ അസുഖങ്ങളായതുകൊണ്ട് അങ്ങനെ അത് ഒറ്റ ദിവസം വെച്ചോളൂ. ഓരോ ഓവർനൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. അത് പൂർണ്ണമായിട്ട് വേദന പിന്നെ എനിക്ക് വന്നിട്ടില്ല. മാതാവിനെ അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, ക്യാൻസർ രോഗികളല്ലാതെ നമ്മുടെ ഫോണിലൊക്കെ ഓരോരോ അസുഖങ്ങൾ, കിഡ്നി ഫെയിലിയർ, അത് ഇത് നമ്മൾ ഓരോന്ന് കാണുന്ന അനുസരിച്ച് അമ്മയെ അയച്ചു കൊടുക്കും പൈസ. അമ്മ എനിക്ക് അയച്ചു തരും, ഞാനും അയച്ചു കൊടുക്കും. ചേച്ചിയാണേലും അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും. ഒരുമിച്ച് എന്തെങ്കിലും അയച്ചു കൊടുത്തേക്കും. അമ്മയെ ഇങ്ങനെ കാണുമ്പോൾ അമ്മ എൻ്റെ ഇതിലൂടെ അയച്ചു കൊടുത്തേക്കണേ എന്ന് പറഞ്ഞ് ചേച്ചിയാണേലും അങ്ങനെ അയച്ചു തരും. ഞങ്ങളങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം മേടിക്കും. അമ്മ മിക്ക മാസവും പത്രം മേടിച്ച് എല്ലാവർക്കും നടന്ന് ഓരോ സ്ഥലങ്ങളിൽ ഓരോ വീട്ടിൽ, അറിയാത്തവരുടെ വീട് എന്നാലും അമ്മയ്ക്കൊരു ഭയമില്ല. ഞാൻ പറയാം അമ്മയെ സൂക്ഷിച്ചു പോണേ, ഇപ്പോഴത്തെ കാലം എങ്ങനെ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ. അപ്പോൾ പറയും കുഴപ്പമില്ല മോനെ, മാതാ ഉണ്ടല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ. അമ്മ എല്ലായിടത്തും പോയി 10-20 മിനിറ്റ് ഇരുന്ന് അമ്മ ഞങ്ങളുടെ സാക്ഷിയെല്ലാം എല്ലാ വീട്ടിലും പറഞ്ഞ് എല്ലാവർക്കും പത്രം കൊടുത്ത് അപ്പം തന്നെ എല്ലാവരും പറയും ഞങ്ങൾക്ക് ഇനിയും കൊണ്ടുവന്ന് തരണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും വിടുന്നത്. അത് കഴിഞ്ഞ് ഞാനാണേലും ബാംഗ്ലൂരായാലും പത്രം ഞങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും, കൂടുതലും മലയാളീസ്, അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇവിടുന്ന് ലോക്കറ്റ് മേടിച്ച് കൊടുക്കും. അവർക്കൊക്കെ കാശ് രൂപം വേണമെന്നൊരാഗ്രഹം. പക്ഷേ എനിക്ക് ഫസ്റ്റ് കാശ് രൂപം കിട്ടിയപ്പം മറ്റേ ഗോൾഡ് മെഡൽ കിട്ടിയൊരു ഫീലായിരുന്നു എനിക്ക്. അതുപോലെ അവർക്കും അതങ്ങനെ വേണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു പക്ഷേ അത് പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമല്ലല്ലോ കാശ് രൂപം. ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ലോക്കറ്റ് ഉപയോഗിക്കാനുള്ള ഇതേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുകയാണെങ്കിൽ എന്തായാലും കാശ് രൂപം കിട്ടുമെന്ന് ഞാൻ പറയും.
അത് കഴിഞ്ഞ് എല്ലാവർക്കും ലോക്കറ്റ് മേടിച്ചു കൊടുക്കും, തേൻ മേടിച്ചു കൊടുക്കും, ഉപ്പ് മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിക്കകത്ത് കൂടുതലും വേറെ ഉള്ള കാര്യങ്ങളെ എഴുതത്തുള്ളൂ, വേറെ ആൾക്കാരുടെ കാര്യങ്ങളെ എഴുതത്തുള്ളൂ. എൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ എഴുതാറില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും രോഗം പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കാര്യങ്ങൾ എഴുതുക. അങ്ങനെ അമ്മേനോട് പറയും നിൻ്റെ എഴുത്. ഞാൻ പറയും വേണ്ട അമ്മേ, കുഴപ്പമില്ല, അവരുടെ മാറട്ടെ, നമ്മുടെ മാതാവിനെ അറിയാമല്ലോ. അവരെ ആർക്കും മാതാവിന് പരിചയമില്ലല്ലോ വലുതായിട്ട്, അപ്പം കുഴപ്പമില്ല, നമ്മൾ പറയുമ്പോൾ അവരുടെ മാറി കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറയും. ഇതൊക്കെയാണ് ഞങ്ങൾ ARL പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ ഞങ്ങളുടെ ആത്മീയമായ വളർച്ച, ഞങ്ങൾ ദിവസവും ബൈബിൾ വായിക്കും, അരമണിക്കൂർ ബൈബിൾ വായിക്കും. കൊന്തയല്ല, ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് നോക്കി പഠിച്ച് ഞങ്ങൾ കൊന്തയില്ല, അത് അമ്മയും പഠിച്ച് അങ്ങനെ ഞങ്ങൾ കൊന്ത എത്തിക്കും, എന്നും കൊന്ത എത്തിക്കും. രാവിലെ രാത്രിയിലും കറക്റ്റായിട്ട് പ്രാർത്ഥന ചൊല്ലും. പിന്നെ ധ്യാനം കേൾക്കും, ഞങ്ങൾ എന്നും കേൾക്കും. എന്നുവെച്ചാൽ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും കേൾക്കും. അമ്മയാണെങ്കിൽ ദിവസം ധ്യാനം കേൾക്കുമെന്ന് തന്നെ പറയാം. കാരണം പഴയ ധ്യാനങ്ങൾ വരെ എടുത്തു വെച്ച് കേൾക്കും. എന്നോട് പറയും യൂട്യൂബിൽ ഓരോന്ന് രാവിലെ തൊട്ട് വെച്ച് അന്നെന്നുള്ളത് പെട്ടെന്ന് കഴിയുമല്ലോ, തീരുമല്ലോ, വരുന്നതനുസരിച്ച് അമ്മ കാണുമോ, പിന്നെ വേറെ കാണാനില്ല. അപ്പോൾ അമ്മ ബാക്കടിച്ച് പണ്ടത്തെ ധ്യാനങ്ങളും പണ്ടത്തെ സാക്ഷ്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് കേൾക്കും. എപ്പോഴും മാതാവിൻ്റെ നമുക്ക് ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം, മാതാവിൻ്റെ വീട്ടിൽ ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. മാതാവ് കൂടെ ഉള്ള പോലെ നമുക്ക് ഒരു വിശ്വാസം എപ്പോഴും. ഇനി ഞാനാണെങ്കിലും പഠനത്തിൽ നോട്ട് മൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അമ്മമാതാവിനും തിരുകുമാരനും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി അമ്മമാതാവിനും തിരുകുമാരനും 1 കോടി നന്ദി. ഇനി എൻ്റെ ചേച്ചിക്ക് കൊടുക്കാം. ചേച്ചി, ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അവൻ മലമേൽ കയറി താൻ ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കൽ വിളിച്ചു, അവർ അവൻ്റെ അടുക്കൽ വന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനമാണ്. ഈശോയുടെ വിളി ഒരു വ്യക്തിപരമായ ഒരു വിളിയാണ്. മലമുകളിൽ കയറി ദൈവ സാന്നിധ്യത്തിലേക്ക് ഉയർന്ന് ഇഷ്ടപ്പെട്ടവരെ അവിടുന്ന് അവിടത്തേക്ക് വിളിച്ചു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു എന്നാണ്. അവർ ആ വിളി ശ്രവിച്ചവരാണ്. അനുസരണയോടുകൂടിയാണ് അവർ ദൈവത്തിൻ്റെ അരികിലേക്ക്, ഈശോയുടെ അരികിലേക്ക് പോയത്. ഉടമ്പടിയും ഇതുപോലെയാണ്, ഒരാത്മീയ പദ്ധതിയാണ്. കൃപാസനം ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്ന് നാം തിരിച്ചറിയുകയാണ്. ഉടമ്പടി ഈ ആത്മീയ പദ്ധതിയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മെ ആത്മീയ ജീവിതത്തിലേക്കാണ് വിളിക്കുന്നത്, തിരഞ്ഞെടുത്തത്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, നമ്മുടെ ബലഹീനതകളുടെ ഇടയിൽ, പ്രശ്നങ്ങളുടെ ഇടയിൽ, ഫാമിലി പ്രശ്നങ്ങളുടെ, കുടുംബ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആ ശബ്ദം നാം അവഗണിച്ചിരിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടി നമ്മെ തിരിച്ചു വിളിക്കുകയാണ്. നാം ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ട് ആത്മീയ പാതയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു വിളിയാണ് ഉടമ്പടി. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ജീവിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മക്കളുടെ ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. പ്രജാതയും മകൾ അമൃതയും അശ്വതിയും നമ്മളോട് ഷെയർ ചെയ്തത്. കൃപാസനം ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു സമർപ്പണ ജീവിതമാണ്. ഫലം കായ്ക്കുന്ന ആത്മീയതയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയും പാപത്തിൽ നിന്ന് മോചനവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വിശ്വാസത്തിൽ വളർച്ചയുമാണ് നമുക്ക് ഉടമ്പടിയിൽ കൂടെ ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനങ്ങളായിട്ട്, അതായത് ഉടമ്പടി മക്കളെ ആയിട്ട് നമ്മളെ തിരഞ്ഞെടുത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമൃതയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ പിന്നെ പറഞ്ഞത് പത്രങ്ങളാണ്. അതായത് അവരെടുക്കുന്ന അവരുടെ ആ തീഷ്ണതയാണ് മറ്റുള്ളവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനുമുള്ള ആ തീഷ്ണത. പത്രം കൊടുക്കുവാനും വീടുകൾ തോറും പറഞ്ഞെന്ന് അവർക്കുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുമുള്ള ആ ആഗ്രഹമാണ്, ആ തീഷ്ണതയാണ് ഒരുപക്ഷെ ഇവരെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും. ഇവിടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഉറച്ച വിശ്വാസത്തോടെ കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയും കണി നൽകിയ അനുഗ്രഹത്തിനും പ്രത്യേകിച്ചും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ പ്രജാതിക്കും കുടുംബത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശു